ഇവിടെ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത് പ്രധാനമായും നമ്മുടെ അനുഭവത്തെ ആസ്പദമാക്കിയുള്ള ഒരു ചർച്ചയാണ്. വിഷയാനുഭവത്തെ അല്ലെങ്കിൽ പ്രപഞ്ചാനുഭവത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ചർച്ച. ഇവിടെ സിദ്ധാന്തി പറയുന്നത് നമ്മുടെ എല്ലാ അനുഭവങ്ങളിലും സത്തയുടെ അല്ലെങ്കിൽ ഉണ്മയുടെ അനുഭവങ്ങൾ അനുവർത്തിക്കുന്നു, അനുസ്യൂതമായിരിക്കുന്നു. എല്ലാ അനുഭവങ്ങളിലും എന്ന് പറയുമ്പോൾ വിഷയാനുഭവങ്ങളിൽ, വിഷയാനുഭവങ്ങളോട് ചേർന്ന് പരമാത്മ അനുഭവം അതുകൊണ്ടെന്നാണ്. അത് നമ്മൾ വേർതിരിച്ചറിയുന്നില്ല, ഇവിടെ വ്യക്തമാക്കി പറയും. സത്തയുടെ അനുഭവം അത് സർവത്ര അനുവർത്തിക്കുന്നതുകൊണ്ട് അത് സത്യമാണ്. ഒരു വസ്തു ഉണ്ട് എന്ന് പറയുമ്പോൾ വസ്തുവിന്റെ അനുഭവത്തോടുകൂടി ചേർന്ന് ഉണ്മയുടെ അനുഭവം ഉണ്ട്. ആ ഉണ്മയുടെ അനുഭവം മാറാത്തതുകൊണ്ട് ആ അനുഭവത്തിന് വിഷയമായിരിക്കുന്നു. അല്ലെങ്കിൽ ആ അനുഭവത്തിലൂടെ എന്തിനാണോ അറിയുന്നത് ആ ഉണ്മ സത്യം. വിഷയങ്ങളെ അറിയുമ്പോൾ ഉണ്മയോട് ചേർത്ത് ആ അറിവിന്റെ വിഷയമായിരിക്കുന്ന അല്ലെങ്കിൽ ആ അറിവ് കൊണ്ട് അറിഞ്ഞിരിക്കുന്ന, അറിവിന് വിഷയമായിരിക്കുന്നതെന്നോ അല്ലെങ്കിൽ അറിവ് കൊണ്ട് അറിയുന്നതെന്നോ പറയാം. അങ്ങനെ പറയുന്നതായ വിഷയങ്ങൾ മാറിപ്പോകുന്നു, മാറി മാറി വരുന്നു വിഷയങ്ങൾ. അതുകൊണ്ട് വിഷയങ്ങൾ അസത്ത്. അതാണ് ഇവിടെ പറഞ്ഞത്. അതിന് പൂർവപക്ഷവും സമാധാനവും പറഞ്ഞു. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു ചോദ്യം വരുന്നു. ഏകാധികരണത്വം ഘടാദി വിശേഷ്യാഭാവേ നയുക്തം. ഈ ഭാഗം കഴിഞ്ഞ ദിവസം വിശദീകരിച്ചാണ്, എന്നാലും അത് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഒരിക്കൽ ഇവിടെ അത് ആവർത്തിക്കുകയാണ്. ഏകാധികരണത്വം ഘടാദി വിശേഷ്യാഭാവേ നയുക്തം. ഏകാധികരണത്വം, ഇതാണ് സമാനാധികരണത്വം എന്ന് പറഞ്ഞത്. നമ്മളത് വളരെ വിശദീകരിച്ചാണ്. സിദ്ധാന്തി പറയുന്നത് എന്താണ് സമാനാധികരണത്വം? സാമാന്യമായി രണ്ടർത്ഥങ്ങളുള്ള രണ്ട് ശബ്ദങ്ങൾ രണ്ടും കൂടി ചേർന്ന് ഒരർത്ഥത്തെ ബോധിപ്പിക്കുന്നു. അവിടെ സമാനാധികരണത്വം വരും. സൻ ഘടഃ അല്ലെങ്കിൽ ഘടഃ സൻ എന്ന് പറയുന്നു. അവിടെ ഘടം എന്ന് പറയുന്ന ശബ്ദത്തിനർത്ഥം ഒരു പദാർത്ഥമാണ്, ഒരു വസ്തുവാണ്. സൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം മറ്റൊന്നാണ്, സത്താണ്, ഉണ്മയാണ്. ഈ രണ്ട് ശബ്ദങ്ങളും കൂടി ചേർന്ന് ഒരു വസ്തുവിനെ ബോധിപ്പിക്കുന്നു എന്നാണ് സിദ്ധാന്തി പറയുന്നത്. ആ രണ്ട് ശബ്ദങ്ങൾക്കും അർത്ഥം വെവ്വേറെയാണെങ്കിലും ഒരു വസ്തുവിനെ ബോധിപ്പിക്കുന്നുള്ളൂ. എന്തിന്? സത്യ, ഉണ്മയെ. ഇപ്പൊ സിദ്ധാന്തിയുടെ പക്ഷത്തിൽ, അദ്വൈതിയുടെ പക്ഷത്തിൽ ഈ സമാനാധികരണം വസ്തു ഐക്യത്തെയാണ് ബോധിപ്പിക്കുന്നത്. എന്തുകൊണ്ടങ്ങനെ പറയുന്നു? അവിടെ പറയുന്ന രണ്ട് ശബ്ദങ്ങളിൽ ഘടം എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥം കൽപ്പിതമാണ്. അതിനൊരു വസ്തുവായി കണക്കാക്കുന്നില്ല, കൽപ്പിതമായ ഒന്നിനും ബോധിപ്പിക്കുന്നു. മറിച്ച് സൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ സത്ത് എന്ന് പറയുന്ന ശബ്ദം ഉണ്മയെ, സത്യത്തെ ബോധിപ്പിക്കുന്നു. അപ്പോൾ രണ്ട് ശബ്ദം കൂടി ചേർന്ന് രണ്ട് അർത്ഥത്തെ അല്ല ബോധിപ്പിക്കുന്നത്, ഒരു അർത്ഥത്തെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ ചോദിച്ചു, ഒരു കുടം നശിച്ചു കഴിഞ്ഞാൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്? അതെല്ലാം സമാനം പറഞ്ഞതിന് ശേഷം ചോദിക്കുന്നു, നിങ്ങളീ പറയുന്ന രണ്ട് ശബ്ദങ്ങൾ, ഒന്ന് സത് ശബ്ദം, മറ്റൊന്ന് ഘടശബ്ദം. ഉദാഹരണത്തിന് ഒന്നിനെ വിശേഷ്യമെന്ന് പറഞ്ഞു. ഘടം വിശേഷ്യവും സത്ത് വിശേഷണവുമാണ്.
അപ്പോൾ ഈ വിശേഷ്യം കൽപ്പിതമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ രണ്ട് ശബ്ദങ്ങൾക്കും ഭിന്നാർത്ഥമില്ല. ഭിന്നാർത്ഥമുള്ള രണ്ട് ശബ്ദങ്ങൾ ഒന്നിനെ ബോധിപ്പിക്കുന്നിടത്താണ് സമാനാധികരണത്വം വരുന്നത്. ഇവിടെ ഒരു ശബ്ദത്തിന്റെ അർത്ഥം കൽപ്പിതമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഭിന്നാർത്ഥമുള്ള രണ്ട് ശബ്ദങ്ങളില്ല. അപ്പോൾ സമാനാധികരണത്വം എന്ന് പറയുന്നതിന് പറയുന്ന നിയമം, അടിസ്ഥാനപരമായ നിയമം ഇവിടെ തെറ്റിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു ശബ്ദം ഒരർത്ഥത്തിനെ ബോധിപ്പിക്കുന്നു എന്നേ പറയാൻ പറ്റൂ. രണ്ട് ശബ്ദങ്ങൾ ഒരർത്ഥത്തെ ബോധിപ്പിക്കുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം സമാനാധികരണത്വം പോലെയുള്ള കാര്യങ്ങളിൽ പൊതുവെ ശാസ്ത്രകാരന്മാർക്കൊരു പൊതുവായ ചില മാനദണ്ഡങ്ങൾ അവർ സ്വീകരിച്ചിട്ടുണ്ട്. സമാനാധികരണത്വം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ചില കാര്യങ്ങൾ അവർ സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ രണ്ടു കൂട്ടർക്കും ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ രണ്ടു കൂട്ടർക്ക് സ്വീകാര്യമായ ചില കാര്യങ്ങളെ അടിസ്ഥാനപരമായി സ്വീകരിച്ചുകൊണ്ടേ ചർച്ച ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ രണ്ടുപേരും രണ്ടു വഴിക്ക് പോകും. ഞാൻ പറയുന്നതാണ് ശരി, മറ്റേയാൾ പറയുന്നതാണ് ശരി എന്ന് രണ്ടു കൂട്ടരും പറയും. ഇപ്പോൾ രണ്ടു കൂട്ടർക്കും ഒരു യോജിപ്പിലെത്താൻ കഴിയത്തില്ല. യുക്തിയുക്തമായ ചർച്ചയെന്ന് പറയുമ്പോൾ അതിന് അടിസ്ഥാനപരമായി രണ്ടു കൂട്ടർക്ക് സ്വീകാര്യമായ കാരണങ്ങൾ, ചില കാര്യങ്ങൾ അവർ അംഗീകരിക്കേണ്ടി വരും. എന്നിട്ട് ചർച്ച തുടങ്ങും. സാധാരണ വാദങ്ങൾ നടത്തുന്നിടത്ത് ഒരാളൊരു പൂർവപക്ഷം പറയും, വേറൊരാളൊരു സിദ്ധാന്തം പറയും. അങ്ങനെ പറയുന്നതിന് മുമ്പ് തന്നെ അവർ ചോദിക്കും, ശരി, നിങ്ങൾ എന്തൊക്കെ പ്രമാണങ്ങളാണ് സ്വീകരിക്കുന്നത്, ഏതിനെല്ലാം അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ ചർച്ച മുമ്പോട്ട് പോകേണ്ടത്. ഇതിൽ ആദ്യം രണ്ടു കൂട്ടരൊരു ധാരണയിലെത്തും. അങ്ങനെ ഒരു ധാരണ ശാസ്ത്ര ചർച്ചയിൽ എല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ ഏകാധികരണത്തെ സംബന്ധിച്ചും അങ്ങനെ ഒരു ധാരണയുണ്ട്. സ്വയം ദേവതഃ സശബ്ദം ഒരർത്ഥത്തെ ബോധിപ്പിക്കുന്നു, അയം മറ്റൊരർത്ഥത്തെ, രണ്ടും കൂടി ചേർന്ന് ഒരർത്ഥത്തെയും. ഇവിടെ ഘടാതി വിശേഷ്യാഭാവി, വസ്തുക്കൾ ഇല്ല, അതായത് അത് കൽപ്പിതമാണ്. അഭാവം എന്ന് പറഞ്ഞാൽ ഇതിലൂടെ ശൂന്യം എന്നുള്ള അർത്ഥമല്ല, ഘടാതി വിശേഷികൾ കൽപ്പിതമാണ് എന്ന് നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ ഇവിടെ എല്ലായിടത്തും അഭാവശബ്ദം വരുന്നിടത്തെല്ലാം കൽപ്പിതം എന്നുള്ള അർത്ഥത്തെ എടുത്തോണം. ഘടാതി വിശേഷ്യങ്ങൾ കൽപ്പിതമാണ്, ആരോപിതമാണ്, പരമാർത്ഥത്തിലില്ല എന്നർത്ഥം. സാധാരണ പറയുന്ന അഭാവമല്ല, കൽപ്പിതമാണ്. അതായത് സാധാരണ പറയുന്ന അഭാവം ഇതുമായിട്ടുള്ള വ്യത്യാസമാണ്. ഒരു വസ്തു ഇരിക്കെ, ഇപ്പോൾ ഇവിടെ പുസ്തകം ഇരിക്കെ, ഇതിന്റെ അഭാവം ഉണ്ടെന്ന് സാധാരണ പറയാൻ പറ്റത്തില്ല. പുസ്തകം ഇല്ലെങ്കിലേ പറയാൻ പറ്റും. അത്തരത്തിലുള്ളൊരു അഭാവത്തെയാണ് മറ്റുള്ളവരെല്ലാം സ്വീകരിക്കുന്നത്, അദ്വൈതി ഒഴികെ. അദ്വൈതി പറയുന്നത് എന്താണ്? ഈ പുസ്തകം ഇരിക്കെ തന്നെ ഇതിന്റെ അഭാവമുണ്ട്. വസ്തു കാണെ നമ്മളതിനെ അറിയേ, അതിനെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കെ അതിന്റെ അഭാവമുണ്ട്. എന്തുകൊണ്ട്? അവിടെ അഭാവം എന്ന് പറഞ്ഞാൽ കൽപ്പിതം. അത് നമ്മൾ മുമ്പ് വിശദീകരിച്ചാണ്. അത് വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദേശകാല ഉപാധികളിലൂടെ എങ്ങനെയാണ് ഒരു വസ്തുവിനെ അറിവ് ഗ്രഹിക്കുന്നത്, അറിവ് ഗ്രഹിക്കുമ്പോൾ എങ്ങനെയാണ് അറിവ് ആ വസ്തുവിനെ ഉൾക്കൊള്ളുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തു. കൽപ്പിതം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ഈ ഘടാതി വിശേഷ്യങ്ങളുടെ അതിനെ കൽപ്പിതമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ അവിടെ വസ്തു ഒന്നേ ഉള്ളൂ, സത്. സത് എന്നുള്ള ശബ്ദം കൊണ്ട് നമ്മൾ ഗ്രഹിക്കുന്ന ആ വസ്തു, വിശേഷ്യം ഇല്ല, വിശേഷണം മാത്രമേ ഉള്ളൂ. ഒരു ശബ്ദത്തിനെ അവിടെ അർത്ഥമുള്ളൂവെങ്കിൽ പിന്നെ സമാനാധികരണത്വം എന്ന് പറയുന്നത് എങ്ങനെ യോജിക്കും? നയുക്തം, അത് ശരിയല്ല. ഇത് ചെയ്തെന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കണം അതൊരു ചോദ്യമാണ്. ചോദ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ശബ്ദമാണ് ചേ. അങ്ങനെയാണെങ്കിൽ അത് കഴിഞ്ഞ് ന എന്നുള്ള ശബ്ദം എന്നാ ഇവിടെ മനസ്സിലാക്കിക്കൊണ്ട് അടുത്ത് പറയാൻ പോകുന്നത് സിദ്ധാന്തമാണ്. ചോദ്യത്തെ നിഷേധിക്കുകയാണ്. നമ്മുടെ ചോദ്യം ശരിയല്ല. സത് ഇതമുദകം ഇതിമരീച്യാതോ, ഇവിടെ സത് ശബ്ദം വിട്ടുപോയി. അന്യതരഭാവേവി സാമാനാധികരണി ദർശന. ഇവിടെ സിദ്ധാന്തം എന്ത് ചെയ്യുന്നു? ചോദ്യകർത്താവിനും, നേരത്തെ പറഞ്ഞല്ലോ, ചോദ്യം ചോദിക്കുന്നയാളിനും ഉത്തരം പറയുന്നയാളിനും പൊതുവെ യോജിക്കാവുന്ന ചില തലങ്ങൾ അതിനെ അംഗീകരിച്ചുകൊണ്ടാണ് ചർച്ച.
ഇവിടെ എന്ത് ചെയ്യുന്നു? ചോദ്യം ചോദിച്ച ആളിന് അയാൾ കൂടി അംഗീകരിക്കാവുന്ന ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നു. വിഷയം കൽപ്പിതമായിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക്. അതാണ് മരുമരീചിക. ഇവിടെ മരുമരീചികയെ സംബന്ധിച്ചിടത്തോളം രണ്ടു കൂട്ടർക്കും അഭിപ്രായ വ്യത്യാസമില്ല. എന്താണ്? അവിടുത്തെ ജലം കൽപ്പിതമാണ്. ആ കൽപ്പിതമായ ജലത്തെ കണ്ടിട്ടും ഒരാൾ പറയുന്നു എങ്ങനെയാണ്? സൻ ഘടഃ, സത്തായ ഘടം എന്ന് പറഞ്ഞ പോലെ ഇവിടെ കണ്ടിട്ടും പറയുന്നു സൻ ഇതം, സത് ഇതം ഉദകം, സത്തായ ഈ ജലം എന്ന് പറയുന്നു. കാരണം ആ മരുമരീചിക ജലത്തെ കാണുന്ന സമയത്ത് അത് വെറും തോന്നലാണ് എന്ന് മനസ്സിലാക്കുന്നത് വരെ ആ ജലത്തെ സത്യമായിട്ട് അറിയുന്നത് കൊണ്ടാണ് ഒരാൾ ജലം കുടിക്കുന്നതിനും മറ്റും അങ്ങോട്ട് പോകുന്നത്. അത് കാണുന്ന ഒരാൾക്ക് ആദ്യം ഉണ്ടാകുന്ന അനുഭവം സത് ഇതം ഉദകം, ഇതാ ഇവിടെ വെള്ളമുണ്ട് എന്നുള്ള അനുഭവമാണ്. അവിടെ എന്ത് ചെയ്യുന്നു? അവിടെയും ഏത് വിഷയാനുഭവത്തിൽ സംഭവിക്കുന്നത് പോലെ അവിടെയും സത്തെ, ഉണ്മയെയും അറിയുന്നു, ജലത്തെയും അറിയുന്നു. ഇവിടത്തെ ജലാനുഭവം, ആ അനുഭവത്തിന് വിഷയമായിരിക്കുന്ന ജലം കൽപ്പിതമാണ്, വാസ്തവത്തിൽ ഇല്ലാത്തതാണ് എന്നുള്ള കാര്യത്തിൽ ചോദ്യം ചോദിക്കുന്ന ആളിന് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ ഇവിടെയും എങ്ങനെയാണ്? സത് ഇതമുദകം എന്നുള്ളിടത്ത് സമാനാധികരണമായിട്ടാണ് ശബ്ദം പ്രയോഗിച്ചിരിക്കുന്നത്. സത്ത് ഇതം ഉദകം എല്ലാം. സ്വശബ്ദത്തിന്റെ അർത്ഥം വേറെ, ഉദക ശബ്ദത്തിന്റെ അർത്ഥം വേറെ. ഉദകത്തിന് ഇതം എന്നൊരു വിശേഷണം കൊടുത്തിരിക്കുന്നു എന്നാണ്. ഇവിടെ സമാനാധികരണത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എങ്ങനെ സമാനാധികരണം വന്നു എന്നാണ് ഇവിടെ സിദ്ധാന്തി ചോദ്യം ചോദിച്ച ആളിനോട് ചോദിക്കുന്നത്. എന്തുകൊണ്ട്? ഇവിടെയും ഈ പറയുന്ന വിശേഷ്യാഭാവമുണ്ട്. ഇവിടുത്തെ വിശേഷ്യമായിരിക്കുന്നത് ജലമാണ്, ഉദകമാണ്. അതില്ലല്ലോ, അത് കൽപ്പിതമാണല്ലോ. അവിടെ ജലം കൽപ്പിതമാണ്, അവിടെ സത്യമായിരിക്കുന്നത് അസത്. സാധാരണ എല്ലാ സ്ഥലത്തും ഉള്ള സത്യം തന്നെയാണ് അവിടെയും ഉള്ളത്. ഉദകം കൽപ്പിതമാണ്. എങ്കിലും ഇവിടെ ചോദ്യം ചോദിക്കുന്ന ആളിനും ഇവിടെ സമാനാധികരണത്വത്തെ അംഗീകരിക്കേണ്ടി വരുന്നു. അതുകൊണ്ടെന്ന് അയാൾ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ആ സ്ഥലത്തേക്ക് കൊണ്ടുവരികയാണ്. വ്യാവഹാരികമായ തലം വിട്ടിട്ട് പ്രാതിഭാസികമായ തലത്തിലേക്ക് കൊണ്ടുവരികയാണ് ചോദ്യകർത്താവിന്. എന്നിട്ട് ആ ഉദാഹരണം കാണിച്ചു കൊടുക്കുകയാണ്. ഇവിടെ ജലം കൽപ്പിതമാണല്ലോ, എന്നിട്ടും ഇവിടെ സമാനാധികരണത്വത്തെ, ഏകാധികരണത്വത്തെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടല്ലോ. അങ്ങനെ ആകാമെങ്കിൽ വ്യാവഹാരികമായ തലങ്ങളിലേക്ക് പോയി അവിടെ നോക്കുക. അവിടെയും ഇതുപോലെ, ഇതൊരു ഉദാഹരണം, വിഷയം കൽപ്പിതമാണ്, സത്ത അനുവർത്തിക്കുന്നു എന്നാണ്. അങ്ങനെ ഇതം ഉദകം ഇത് പരീക്ഷ്യാതോ അന്യതര അഭാവേവി. ഇവിടെ രണ്ട് വസ്തുക്കളുണ്ട്, ഒന്ന് സത്ത്, മറ്റൊന്ന് ഉദകം. അതിൽ അന്യതരം ഒന്നില്ല. അന്യതരാഭാവേവി ഒന്നില്ല എങ്കിലും സമാനാധികരണ്യ ദർശന. ഇവിടെ സമാനാധികരണമുണ്ട്, ഏകാധികരണത്വമുണ്ട് എന്നാണ്. ഇവിടെ സമാനാധികരണമുണ്ട്. ഇവിടെ ഈ കൊടുത്തിരിക്കുന്ന ഉദാഹരണത്തിൽ സത്തെന്നുള്ളത് മിക്കവാറും പുസ്തകങ്ങളിലില്ല. ചില പുസ്തകങ്ങളിലെല്ലാം സത്തെന്നുള്ള ശബ്ദമുണ്ട്. ആ ശബ്ദം ഇല്ലെങ്കിലും ഇതിനെ വ്യാഖ്യാനിക്കാം. ഇതം ഉദകം ഇത്രയും കൊണ്ട് വ്യാഖ്യാനിക്കാം. ഏതുപോലെ ബ്രഹ്മസ്ഥലങ്ങളിലെല്ലാം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ രജ്ജു സർപ്പം തുടങ്ങിയ പ്രസിദ്ധമായ ഉദാഹരണങ്ങളുണ്ടല്ലോ, ശുക്തികാരജതം. അവിടെയെല്ലാം അനുഭവം ഇതുപോലെയാണ്. ഇതം രജതം, അയം സർപ്പ, ഇത് സർപ്പമാണ്, ഇത് ഉദകമാണ്. അവിടെയെല്ലാം സർപ്പം, രജതം, വെള്ളി, അതെല്ലാം അസത്താണ്, കൽപ്പിതമാണ്. പക്ഷെ അവിടെയെല്ലാം അനുസ്യൂതമായിരിക്കുന്ന എന്താണ്? ഇത് എന്ന് നിർദ്ദേശിക്കുന്നു. ഒന്ന് അയം സർപ്പ, ഇത് സർപ്പമാണ്. പുല്ലിംഗത്തിൽ അയമെന്ന്, നപുംസകലിംഗത്തിൽ ഇതം എന്ന് ഒരേ ശബ്ദം തന്നെ, ഒരേ അർത്ഥം തന്നെ. അയം സർപ്പ,
ഇദം ഉദകം, അയം ഇദം രജതം, ഇങ്ങനെയെല്ലാം പ്രയോഗിക്കുന്നു. അവിടെയെല്ലാം ആ ഇദം ശബ്ദത്തിലൂടെ, ഇതിനെ ഇദം ശബ്ദം എന്ന് പറയും. ഇദം ശബ്ദത്തിന്റെ തന്നെ 3 രൂപങ്ങളാണ്. ഇദം നപുംസകലിംഗത്തിൽ, അയം പുല്ലിംഗത്തിൽ, ഇയം സ്ത്രീലിംഗത്തിൽ. ഇതിനെ 3 ഇദം ശബ്ദം എന്ന് പറയും. ഏറ്റവും സമീപത്തുള്ള ഒരു വസ്തുവിനെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ശബ്ദമാണ് ഇദം ശബ്ദം. ഇത് എന്ന് മലയാളത്തിൽ പറയും. ഈ ഭ്രമസ്ഥലത്തെല്ലാം ഭ്രമിച്ച് നമ്മൾ കാണുന്ന വിഷയങ്ങൾ മാറിപ്പോകുന്നു. രജ്ജുവിൽ സർപ്പത്തെ കാണുമ്പോൾ, ശുക്തിയിൽ രേതത്തെ കാണുമ്പോൾ, മരീചികയിൽ ജലത്തെ കാണുമ്പോൾ, അവിടെയെല്ലാം നമ്മൾ ഭ്രമിച്ച് കാണുന്ന വസ്തുക്ഷണം കൊണ്ട്, ഭ്രമക്ഷണത്തിലാണ്, ക്ഷണം പോലും ആവശ്യമുണ്ട്. ക്ഷണം കൊണ്ട് തന്നെ ഭ്രമം ഉണ്ടാകുന്നു, ആ ക്ഷണത്തിൽ തന്നെ അത് മാറിപ്പോവുകയും ചെയ്യുന്നു. ക്ഷണത്തിന്റെ ഉള്ളിൽ ഇത് 2 സംഭവിക്കുന്നു. അവിടെ മാറാതിരിക്കുന്ന എന്താണ്? ഇത് എന്നുള്ളത് മാറാതിരിക്കുന്നു. ഇത് എന്ന് പറയുന്നത് അവിടെ സത്യമായിരിക്കുന്നു. കാരണം ഇത് എന്നുള്ളത് കൊണ്ട് എന്തിലാണോ ആ ഭ്രമം സംഭവിച്ചത് ആ വസ്തുവിനെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇത് നമ്മൾ മുമ്പ് വളരെ വിശദമായി ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഇതെന്ന് പറയുന്നത് ആ അധിഷ്ഠാനത്തെ ചൂണ്ടിക്കാണിക്കുന്നു. മുത്തച്ചിപ്പി, കയറ്, മരീചിക തുടങ്ങിയ അടിസ്ഥാനങ്ങളെ ചൂണ്ടിക്കാണിക്കുകയാണ് ഇതം, ആധാരത്തെ. അതുകൊണ്ട് അത് സത്യമാണ്. അതുപോലെ ഇവിടെയും നമുക്ക് ഇതം ഉദകം എന്ന് മാത്രം പറഞ്ഞാലും ഒരു സത്യവും ഒരു കൽപ്പിതവും, ഇതം സത്യം ഉദകം കൽപ്പിതം, അങ്ങനെ കിട്ടും. പക്ഷെ എന്നാൽ ഇവിടെ സത്ത് കൂടി ചേർത്താണ് വ്യാഖ്യാനിക്കുന്നത്. എന്തുകൊണ്ട്? കാരണം ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഇതത്തെക്കുറിച്ചല്ല, സത്തിനെ കുറിച്ചാണ്. സർവ്വ അനുഭവങ്ങളിലും അനുസ്യൂതമായിരിക്കുന്ന സത്ത്. ഇവിടുത്തെ ഇതം എന്നുള്ള ശബ്ദവും സത്യത്തെയാണ് കാണിക്കുന്നത്, ആധാരത്തെ, ഉണ്മയെ തന്നെ കാണിക്കുന്നു. പക്ഷെ അവിടെ ഇതം എന്നുള്ള ശബ്ദം ഉപയോഗിച്ചു. പക്ഷെ ഭാഷകാരനും കൂടെ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് സത്ത് എന്നുള്ള ശബ്ദം ഉപയോഗിച്ചിട്ടാണ്. അതുകൊണ്ടാണ് പല ഭാഗങ്ങളിലും സത് ഇതമുദകം എന്ന് പാഠം കാണുന്നു. അത് കുറച്ചുകൂടി മനസ്സിലാക്കാൻ എളുപ്പം. ഇതം എന്നുള്ള ശബ്ദം കൊണ്ടും ഈ ആശയത്തെ വിശദീകരിക്കാം. അപ്പോൾ അവിടെ അന്യതരാഭാവി ഒന്നില്ലെങ്കിലും സമാനാധികരണ്യം കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ആശയം തോന്നും. നമ്മുടെ അനുഭവങ്ങളിൽ, വ്യാവഹാരികമായിട്ടുള്ള എല്ലാ അനുഭവങ്ങളിലും ഓരോ വിഷയാനുഭവം ഉണ്ടാകുമ്പോഴും ആ വിഷയത്തോടു കൂടി ചേർന്ന് ഉണ്മയുടെ അനുഭവം ഉണ്ടാകുന്നു, വിഷയത്തിന്റെ അനുഭവം ഉണ്ടാകുന്നു. അപ്പോൾ ആ ഉണ്മയോടുകൂടി ചേർന്ന് വിഷയാനുഭവം ഉണ്ടാകുന്നതുകൊണ്ട് ആ വിഷയം സത്യമായിക്കൊള്ളണമെന്നില്ല, മറിച്ച് ആ വിഷയം കൽപ്പിതമാണ്. പക്ഷേ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും, ഓരോ വസ്തുക്കളും അതിനെ നമ്മൾ സത്യമായി അറിയുന്നു. ഇത് രജ്ജുസർപ്പം പോലെയോ അല്ലെങ്കിൽ മരുമരീചിക പോലെയോ അല്ല. നമ്മൾ ആ വസ്തുവിനെ സത്യമായി തന്നെ അറിയുന്നു. അറിയുക മാത്രമല്ല, അതിനെ സംബന്ധിച്ച് പ്രവർത്തിക്കുന്നു. വസ്ത്രം സൻപടഹ, വസ്ത്രത്തിന്റെ അനുഭവം ഉണ്ടാകുമ്പോൾ അതിനെ നമ്മൾ സത്യമായി തന്നെ അറിയുന്നു. സത്യമായി അറിയുന്നു. അതിനെ നമ്മൾ അതിന് പറയും, ബ്രഹ്മസൂത്രത്തിൽ നമ്മൾ ചർച്ച ചെയ്താണ് അർത്ഥക്രിയാകാര്യത്തിൽ അതിനുണ്ട്. അതായത് ആ വസ്തുക്കളെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നു. അതാണിത് കൽപ്പിതമാണെന്നുള്ളതിനെ നമ്മളെ അംഗീകരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു. കാരണം നമ്മൾ എടുത്ത് അണിയുന്ന വസ്ത്രം അത് കൽപ്പിതമാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? കാരണം അതുകൊണ്ട് ഉപയോഗം നടക്കുന്നുണ്ട്. ശുദ്ധികാരചിതം അങ്ങനെയല്ല. ശുദ്ധികാരചിതം കൊണ്ട് ആരും ആഭരണം ഉണ്ടാക്കാറില്ല. ശുദ്ധിയിൽ രജത്തെ കണ്ടു, വെള്ളി, അതുകൊണ്ടുണ്ടാക്കിയ ആഭരണം നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്താണ്? അതിന് അർത്ഥക്രിയാകാരിത്വമുണ്ട്. വേറെ രീതിയിൽ പറഞ്ഞാൽ വ്യവഹാരക്ഷമതയുണ്ട്. നമ്മൾ ഉണർന്നിരുന്ന് പ്രവർത്തിക്കുമ്പോൾ ഈ ഓരോ വസ്തുക്കളെയും ആശ്രയിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നത്.
അതുകൊണ്ട് തന്നെ ആ വസ്തുക്കൾക്കെല്ലാം എന്തുണ്ട്? ഒരു അനുസ്യൂതത, തുടർച്ചയുണ്ട്. ഇന്നലെ ജാഗ്രതയിൽ കണ്ട, ഇന്നലെ ധരിച്ച വസ്ത്രം തന്നെ ഇന്നും ധരിക്കുന്നത്. കൽപ്പിതം അങ്ങനെയല്ല, അത് ക്ഷണം കൊണ്ട് മാറിപ്പോകും. ക്ഷണം കൊണ്ട് മാറി മറഞ്ഞു പോകുന്ന കൽപ്പിത വസ്തുക്കളെ പോലെയാണ് വ്യവഹാരക്ഷമമായിരിക്കുന്ന ഈ വസ്തുക്കൾ എന്ന് പറയുന്നിടത്താണ് നമ്മുടെ ബുദ്ധി യോജിക്കാത്തത്. ഇത് രണ്ടും എങ്ങനെ ഒരുപോലെ സത്യമാകും? മറ്റേതിന് വ്യവഹാരക്ഷമതയില്ലല്ലോ. രജ്ജുസർപ്പം ആരും കടിച്ചിട്ടില്ല, അത് കടിച്ചാറും മരിച്ചിട്ടില്ല. പക്ഷേ വ്യാവഹാരികമായ സർപ്പം അങ്ങനെയല്ല. അത് ജനിക്കുന്നു, വളരുന്നു, മനുഷ്യനെ കടിക്കുന്നു, അതുകൊണ്ട് മനുഷ്യൻ മരിക്കുന്നു. അപ്പോൾ രണ്ടും തമ്മിൽ ഒരേപോലെയാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? എന്ന് പറഞ്ഞാൽ ഒന്നിൽ നമ്മൾ പ്രത്യക്ഷമായി സത്യത്വം അനുഭവിക്കുന്നു, മറ്റതിൽ നമ്മൾ വ്യക്തമായി മിഥ്യാത്വം അനുഭവിക്കുന്നു. നമ്മുടെ അദ്വൈതി പറയുന്നത് എന്താണ്? ഇത് രണ്ടും ഒരുപോലെ തന്നെയാണ്. അങ്ങനെ ഇതിനെ രണ്ടിനെയും നമ്മുടെ അനുഭവങ്ങളിൽ ഭിന്നങ്ങളായി നിൽക്കുന്ന രണ്ട് കാര്യങ്ങളെ ഒരുമിപ്പിക്കുമ്പോഴാണ് അവിടെ നമുക്ക് ഒരു വൈരുദ്ധ്യം, കോൺട്രഡിക്ഷൻ നമുക്ക് അനുഭവപ്പെടുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ മനസ്സ് മടിക്കുന്നതിനെ ഈ വ്യാവഹാരിക സത്യമുള്ള ഈ വസ്തുക്കൾ സത്യമാണെന്ന് അംഗീകരിക്കാൻ. അതിനെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ആ ഉദാഹരണം തന്നെ കൊണ്ടുവരുന്നത്. അതായത് ഈ ഓരോ വസ്തുവും നമ്മൾക്ക് സത്യമാണെന്ന് അനുഭവപ്പെടുന്നുണ്ട് വ്യാവഹാരിക തലത്തിൽ. ഇവിടെ പറഞ്ഞു വരുന്നത് എന്താണ്? ആ സത്യത, ആ സത്യാനുഭവം ഈ വസ്തുവിൻ്റേതല്ല, മറിച്ച് ഈ വസ്തുവിനോട് ചേർന്ന് അനുഭവപ്പെടുന്ന ആ ഉണ്മയുടേതാണ്. അത് മറ്റൊന്നാണ്. ആ ഉണ്മയോട് ചേർന്ന് വസ്തുക്കൾ നമ്മുടെ ബോധത്തിന് വിഷയമാകുന്നതുകൊണ്ടാണ് വസ്തുക്കൾ സത്യമെന്ന് കരുതുന്നത്. അതൊന്നുകൂടെ ശ്രദ്ധിക്കാൻ പറയുകയാണ്. സ്ഥൂലമായ രീതിയിൽ ചിന്തിക്കുമ്പോൾ ഈ വസ്തുക്കൾ സത്യമാണെന്ന് അനുഭവപ്പെടുന്നു. ആ അനുഭവത്തെ ഇവിടെ നിഷേധിക്കുകയല്ല ചെയ്യുന്നത്. അതാണ് പ്രധാനമായി മനസ്സിലാക്കേണ്ടത്. വസ്തുക്കളുടെ വ്യാവഹാരികമായ സത്യതയെ അതിനെ നിഷേധിക്കുകയല്ല ചെയ്യുന്നു. അതിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഇവിടെ പറയുകയാണ് എന്താണ്? ആ വിഷയത്തിൽ അനുഭവപ്പെടുന്ന ആ സത്യത്വം അത് വിഷയത്തിന്റെ സ്വതന്ത്രമായ ഒരു ഉണ്മയല്ല, മറിച്ച് മറ്റൊരു ഉണ്മയോടുകൂടി ചേർന്ന് ആ വിഷയം നമുക്ക് അനുഭവപ്പെടുന്നതുകൊണ്ട്, വിഷയം നമുക്ക് അങ്ങനെ അനുഭവപ്പെടുന്നുള്ളൂ. അങ്ങനെ അനുഭവപ്പെടുന്നതുകൊണ്ട് അവിടെ ആ വിഷയത്തിൽ ഉണ്മയാണ് എന്ന് നമുക്ക് തോന്നുകയാണ്. അതിനൂടെ വേർതിരിച്ച് കാണിച്ചു തരികയാണ്, വേർപിരിച്ച് കാണിക്കുകയാണ്. അപ്പോൾ അവിടെ ചോദ്യം വരും, അങ്ങനെയാണെങ്കിൽ ഇതിൽ വരുന്ന ഈ വ്യവഹാരക്ഷമത അത് മറ്റേതിൽ കാണുന്നില്ലല്ലോ. കടിക്കുന്ന പാമ്പും കടിക്കാത്ത പാമ്പും രണ്ടുമുണ്ട്. ആഭരണം ഉണ്ടാക്കാമെന്നുള്ള വെള്ളിയും ഒരിക്കലും അതിന് കഴിയാത്ത വെള്ളിയുമുണ്ട്. അപ്പോൾ അവിടെ വ്യവഹാരക്ഷമത അതിനില്ലല്ലോ. അതിന് സിദ്ധാന്തി പറയുന്നത് എന്താണ്? ഇതിന് എത്രമാത്രം വ്യവഹാരക്ഷമതയുണ്ടോ ആ വ്യവഹാരക്ഷമത അതിനുമുണ്ട് എന്നാണ്. പക്ഷെ അത് നമുക്കങ്ങനെ അനുഭവപ്പെടാറില്ലല്ലോ. ഉണ്ട്, അനുഭവപ്പെടാറുണ്ട്. അതായത് കയറിൽ കാണുന്ന സർപ്പം അത് കടിക്കത്തില്ല. എന്തുകൊണ്ട്? അതിന് കടിക്കുന്നതിനുള്ള സമയം കിട്ടിയില്ല. കിട്ടിയിരുന്നെങ്കിൽ അത് കടിച്ചത്. അതാണ് അവിടെ എന്താണ്? ക്ഷണാർദ്ധത്തിൽ അത് സംഭവിച്ചുപോയി. ക്ഷണത്തിന്റെ തന്നെ ഏറ്റവും സൂക്ഷ്മമായ ഒരു സമയത്ത് അത് സംഭവിച്ചത് കൊണ്ട് എന്താണ്? തുടർന്ന് ഉള്ള കാര്യങ്ങളൊന്നും അവിടെ സംഭവിച്ചില്ല. പക്ഷേ ഭ്രമത്തിൽ ചിലപ്പോൾ അങ്ങനെയും സംഭവിക്കാറുണ്ട്. ചിലർക്ക് കാലില് കയറ് ചുറ്റിക്കഴിഞ്ഞാൽ അവർ സർപ്പത്തെ അല്ല കാണുന്നത്, മറിച്ച് അവരുടെ അനുഭവം എങ്ങനെയായിരിക്കും? ഒരു സർപ്പം കടിച്ചു എന്നാണ്. കാലിൽ കയറി ചുറ്റി കയറൊന്ന് വലിഞ്ഞ് കാലൊന്ന് മുറിഞ്ഞു. പെട്ടെന്ന് അവർക്കുണ്ടാകുന്നത്, സർപ്പത്തെ ഭയന്നാണ് സഞ്ചരിക്കുന്ന ഒരുവനെങ്കിൽ പെട്ടെന്ന് അവൻ സംശയിക്കാം, സർപ്പത്തെ കണ്ടു എന്നല്ല, മറിച്ച് സർപ്പം കടിച്ചു എന്ന് ഭ്രമിക്കാം. അത് കുറച്ചുകൂടി വ്യക്തമാകും സ്വപ്നത്തിലേക്ക് പോയാൽ. സ്വപ്നത്തിൽ നമ്മൾ സർപ്പം കടിക്കാറുണ്ട്, ആന കുത്താറുണ്ട്, ആശുപത്രിയിൽ പോയി കിടക്കാറുണ്ട്, ചിലപ്പോൾ മരിച്ചു പോകാറുണ്ട്. ഇതെല്ലാം സ്വപ്നത്തിൽ സംഭവിക്കും. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു? വ്യവഹാരക്ഷമതയുണ്ട്. പ്രാതിഭാസികമായ എല്ലാ വിഷയങ്ങൾക്കും വ്യവഹാരക്ഷമതയുണ്ട്. എപ്പോ? അതിന്റെ അനുഭവവേളയിൽ.
അത് പറയുന്നത് വ്യാവഹാരികമായിട്ട് ഒരു വ്യത്യാസമില്ല. പിന്നെ അതെല്ലാം അസംബന്ധമാണെന്ന് എപ്പോൾ മനസ്സിലാക്കുന്നു? വളർന്നതിന് ശേഷം. ഈ അവസ്ഥയിലേക്ക് വന്നതിന് ശേഷമാണ് മനസ്സിലാക്കുന്നത് ഇതുവരെ സംഭവിച്ചുകൊണ്ടിരുന്നത്. ഒരു ആനയും വാസ്തവത്തിൽ എന്നെ ഓടിച്ചില്ല, ഞാൻ മറിഞ്ഞു വീണില്ല, ഒരു ആനയും എന്നെ കുത്തിയില്ല. ഇതെല്ലാം പിന്നീടാണ് മനസ്സിലാകുന്നത്. അപ്പോൾ അനുഭവവേളയിൽ വ്യാവഹാരികക്ഷമത അതേ ഇവിടെയും സംഭവിക്കുന്നുള്ളൂ. നമ്മൾ വസ്ത്രം എടുത്തുപയോഗിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? നമ്മുടെ ഈ അനുഭവതലത്തിൽ ഇതിനൊരു വ്യാവഹാരികക്ഷമതയുണ്ട്, അതിനെ നമ്മൾ അറിയുന്നുള്ളൂ. ഇത് വിചാരം ചെയ്ത് മനസ്സിലാക്കുന്ന ഒരാളിന് ഇത് രണ്ടും തമ്മിൽ യാതൊരു വ്യത്യാസമില്ലെന്ന് മനസ്സിലാവും. അതുപോലെ തന്നെയാണ് ഇതും. സ്വപ്നത്തിൽ സംഭവിക്കുന്നത് പോലെ തന്നെ ജാഗ്രതത്തിൽ സംഭവിക്കുന്നത് പോലെ സ്വപ്നത്തിൽ സംഭവിക്കുന്നു. ഒരു വ്യത്യാസമുണ്ട്. അങ്ങനെ ബൗദ്ധികമായ ആൾ അറിയുന്നു എന്താണോ? അത് കൽപ്പനയാകാമെങ്കിൽ ഇതും കൽപ്പനയാകാം. രണ്ടും തമ്മിൽ ഒരു സ്ഥലത്ത് നമുക്ക് അനുഭവ തലത്തിൽ ഇല്ല. ഉണർന്നതിന് ശേഷം മാറിയതിന് ശേഷം നമ്മൾ അറിയുന്നതല്ലാതെ അനുഭവ തലത്തിൽ ഒരു വ്യത്യാസമുണ്ട്. സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ആളിന് ഒരിക്കലും സ്വപ്നം മിഥ്യയാകുന്നില്ല. എത്ര ബുദ്ധിമാനായാലും ശരി, കണ്ടുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ സത്യം തന്നെ. അതുപോലെ ഈ അനുഭവങ്ങൾ വ്യാവഹാരികമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന തലങ്ങളിൽ മുഴുവൻ സത്യം തന്നെ. അതേ പറയുന്നു. അപ്പോൾ അനുഭവത്തെ നിഷേധിക്കുകയല്ല, മറിച്ച് അനുഭവത്തെ മനനം ചെയ്യാനാണ് പറയുന്നത്. മനനം ചെയ്ത് അതിന്റെ സത്യം മനസ്സിലാക്കുക. അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അന്യതരാഭാവ്യവി. ഈ രണ്ടിൽ ഒന്നും ഇല്ല എങ്കിലും സമാനാധികരണ്യ ദർശന, സമാനാധികരണത്വം ഉണ്ട്. അതുകൊണ്ട് സമാനാധികരണത്വം ഉണ്ട് എന്നുള്ളതുകൊണ്ട് മാത്രം വസ്തു സത്യമാകത്തില്ല. സമാനാധികരണത്വം ഉള്ളിടത്തും വസ്തു കല്പിതമാകാം. എന്നുവെച്ചാൽ സത്യം അത് ഏകരൂപത്തിൽ തന്നെ സദാ നിലനിൽക്കുന്നു, അതിന് മാറ്റമില്ല. അതാണ് ഇവിടെ ഈ ഭാഷ്യത്തിലൂടെ ഭാഷ്യകാരൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത്. തസ്മാത് അതുകൊണ്ട് ദേഹാദിർദ്വന്ദ്വസ്യ കാരണസ്യ അസതോ ന വിദ്യതേ ഭാവ. അതുകൊണ്ടെന്താണ് ഈ ദേഹാദി ദ്വന്ദ്വങ്ങൾ, ശീതോഷ്ണാദികളെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് സകാരണം, കാരണസഹിതമായി പിന്നിലേക്ക് എന്നാണ് ചെന്നു കഴിഞ്ഞാൽ, ഇതേപോലെ ചിന്തിച്ചു കഴിഞ്ഞാൽ, കാര്യകാരണഭാവത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം നശിക്കുന്നു. വസ്ത്രം നശിക്കുന്നു, നൂല് നശിക്കുന്നു, പഞ്ഞി നശിക്കുന്നു, അതുണ്ടായ വൃക്ഷം നശിക്കുന്നു. ഇങ്ങനെ പിറകിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ആ പഞ്ഞിക്ക് കാരണമായിരിക്കുന്ന പരമാണുക്കൾ നശിക്കുന്നു. അങ്ങനെ കാര്യകാരണഭാവത്തിൽ ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം നശിക്കുന്നതാണ്. അങ്ങനെ നശിക്കുന്നതായത് അസത്താണ്, കല്പിതമാണ്. അതിന് വിദ്യതേ ന ഭാവ, വിദ്യത ഒരു ഭാവമില്ല, ഉണ്മയില്ല എന്ന് മനസ്സിലാക്കാം. നാശവും കല്പിതവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇതെല്ലാം നശിക്കുന്നതാണ് എന്ന് സ്വീകരിക്കുന്നവർ ഇതിനെ കല്പിതമാണെന്ന് സ്വീകരിക്കുന്നില്ല. ഒരു വസ്തു നിലനിൽക്കുന്നു, നശിക്കുന്നു. അങ്ങനെ ഒരാൾക്ക് അംഗീകരിക്കാൻ പ്രയാസമില്ല, എല്ലാവരും അംഗീകരിക്കും. പക്ഷേ നാശമല്ല, കൽപ്പന. കല്പിതം എന്ന് പറയുമ്പോൾ എന്താണോ? അതിന്റെ നാശം പോലും കല്പിതമാണ് എന്നാണ്. ഇത് കല്പിതമായി സ്വീകരിക്കുന്നവരെന്താ പറയുന്നത്? അതിന്റെ ഉത്പത്തി, സ്ഥിതി, നാശം എല്ലാം കല്പിതമാണ്. അങ്ങനെ സ്വീകരിക്കുന്നതാണ് അദ്വൈതി. ദ്വൈതികൾ എന്ത് ചെയ്യുന്നു? ഉത്പത്തി, സ്ഥിതി, നാശത്തെ സ്വീകരിക്കുന്നുണ്ട്. അവരും പറയുന്നുണ്ട് ഇതൊന്നും നിത്യമല്ല, നശിക്കുന്നതാണ്. പക്ഷെ അവരിതിനെ കല്പിതമായി സ്വീകരിക്കുന്നില്ല. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ ഒരു ചോദ്യമുണ്ട്. സത്ത് സ്വയം ബോധസ്വരൂപമായതിനാൽ അതിനെ വീണ്ടും ബോധിപ്പിക്കുന്നു എന്ന് പറയുന്നത് ശരിയാകുമോ? കൽപ്പനയെ, അസത്തിനെ അതിനെ ബോധിപ്പിക്കുന്നത്. അതായത് സത്ത സ്വയം ബോധസ്വരൂപമാണ്, അതിനെ വീണ്ടും ബോധിപ്പിക്കുന്നു എന്ന് പറയുന്നത് ശരിയാണോ എന്നാണ്. വാസ്തവത്തിൽ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് ചെയ്യുന്നു? സത്ത അതിനെ വീണ്ടും ബോധിപ്പിക്കുകയാണ്. സത്ത അതിനെ വീണ്ടും ബോധിപ്പിക്കുന്നതിനെയാണ് നമ്മൾ ബന്ധനമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ സംസാരം എന്ന് പറയുന്നത്. അതാണ് സംസാരം.
സത്ത അത് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ, കാരണം അത് ബോധസ്വരൂപമാണ്, അങ്ങനെ ഒരു പ്രക്രിയ നടക്കാതിരുന്നു കഴിഞ്ഞാൽ എന്താണ്? അത് മുക്തിയായി. രണ്ട് ബന്ധനവും മോക്ഷവും തമ്മിലുള്ള വ്യത്യാസം. എങ്ങനെ? നമ്മളിപ്പോൾ ധരിക്കുന്നു, എന്താണ് ധരിക്കുന്നത്? എനിക്കറിവുണ്ട് എന്ന് ധരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ സത്തയെ അറിയുന്നു എന്ന് ധരിക്കുന്നു. ഇതൊക്കെയാണ് നമ്മുടെ ലൗകികമായ വ്യാവഹാരികമായ അനുഭവങ്ങൾ. ഈ അനുഭവത്തെയാണ് പറയുന്നത് എന്താണ്? സത്ത അതിനെ ബോധിപ്പിക്കുന്നു എന്ന് പറയുന്ന അതാണ്. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? കാരണം സത്ത എന്ന് പറയുന്നത് പരമാർത്ഥത്തിൽ സ്വത സ്ഫുരിക്കുന്ന ഒന്നാണ്. അതിനെ അറിയാൻ നമുക്ക് കഴിയത്തില്ല. പക്ഷെ നമ്മളങ്ങനെയല്ല. ഞാൻ എന്നെ അറിയുന്നു, എന്റെ അറിവിനെ കുറിച്ച് എനിക്ക് ബോധമുണ്ട്, എന്റെ അറിവിനെ അറിയുന്നു. ഈ തരത്തിലുള്ള അനുഭവങ്ങളാണ് നമുക്കുള്ളത്. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? അതിനാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത്, ഇതിനാണ് മായ എന്ന് പറയുന്നത്. സ്വയം വിഷയമല്ലാത്ത ആ സത്ത അത് വിഷയമായതുപോലെ നമുക്ക് അനുഭവപ്പെടുന്നു. അതാണ് മായ എന്ന് പറയുന്നത്. സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ആ പരമാത്മാവ് വിഷയമായതുപോലെ അനുഭവപ്പെടുന്നു. എവിടെ അനുഭവപ്പെടുന്നു? ഇപ്പൊ ഞാൻ പറയുന്നു, ഞാൻ എന്നുള്ള ഈ അനുഭവത്തിൽ തന്നെ. ഞാൻ എന്നുള്ള അനുഭവം തന്നെ എന്താണ്? ആ അനുഭവം എന്നെ വെളിപ്പെടുത്തുകയാണ്, എന്നുവെച്ചാൽ സത്തയെ വെളിപ്പെടുത്തുകയാണ്, സ്വന്തം ഉണ്മയെ വെളിപ്പെടുത്തുകയാണ്. ഇത് തന്നെയാണ് ആ അനുഭവം എന്ന് പറയുന്നത്. വാസ്തവത്തിൽ അത് പാടുണ്ടോ? പാടില്ല. എന്തുകൊണ്ട്? ഉണ്മ അല്ലെങ്കിൽ സത്ത പരമാർത്ഥത്തിൽ അങ്ങനെ ഒരറിവിന് വെളിപ്പെടേണ്ട ഒന്നല്ല. പിന്നെയോ വ്യാവഹാരികമായി അതങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, പരമാർത്ഥത്തിൽ അത് സംഭവിക്കുന്നില്ല. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. സത്ത സ്വയം ബോധസ്വരൂപമാണെന്ന് പറയുമ്പോൾ എന്താണ്? അതതിന്റെ പാരമാർത്ഥികമായ അവസ്ഥ. സത്തയും ബോധവും ഒന്ന് തന്നെ, അത് സ്വയം പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിനെ വീണ്ടും ബോധിപ്പിക്കുന്നു എന്ന് പറയുന്നതോ അത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ബന്ധനാവസ്ഥ, വ്യാവഹാരികമായ അവസ്ഥ. ഇവിടെ എന്ത് ചെയ്യുന്നു? ആ അറിവ് നിരന്തരം അതിനെ അറിയാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ ബന്ധനം അല്ലെങ്കിൽ സംസാരം എന്ന് പറയുന്നത് തന്നെ എന്താണ്? വാസ്തവത്തിൽ ഇത് തിരിച്ചുപോക്കിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്. താൻ എവിടെ നിന്നാണോ പുറപ്പെട്ടത് അവിടേക്ക് ഏത് നിമിഷമാണോ യാത്ര ആരംഭിച്ചത് ആ നിമിഷം തന്നെ മടക്കയാത്ര ആരംഭിച്ചു കഴിഞ്ഞു. ഇതാണ് ഇവിടുത്തെ പ്രത്യേകത. ഏത് നിമിഷമാണോ ഈ സാംസാരിക യാത്ര അസത്തിന് സംഭവിച്ചത് ആ നിമിഷം തന്നെ അത് തിരിച്ചു നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരേ സമയം മുന്നോട്ടും പിന്നോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് സാധാരണഗതി നമുക്ക് സാധ്യമല്ല, പക്ഷെ ഇവിടെ സാധിക്കും. അതാണ് മായ എന്ന് പറയുന്നത്. ഒരേ സമയം മുന്നോട്ടും നടക്കുന്നു, അതേസമയം തന്നെ പിന്നോട്ടും നടക്കുന്നു. എന്ന് വെച്ചാൽ ജീവൻ ഒരേ സമയം ബന്ധനത്തിലേക്ക് അകപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അതേസമയം ആ ജീവൻ അതിൽ നിന്ന് സ്വതന്ത്രനാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ്. അതിന് വളരെ വളരെ ഉദാഹരണങ്ങളിലൂടെ ഈ കാരണങ്ങൾ പറയുന്നുണ്ട്. നമ്മുടെ അനുഭവം, സത്തയെക്കുറിച്ചുള്ള അനുഭവം, നമ്മുടെ ബോധസ്ഫുരണം, നമ്മുടെ ആനന്ദ അനുഭവം, ഇതെല്ലാം അതിന് തെളിവാണ്. എന്താണ്? ജീവന് തന്റെ നിജസ്ഥിതിയെക്കുറിച്ച്, വാസ്തവസ്ഥിതിയെക്കുറിച്ച് ഒരു ചെറിയൊരു ബോധമുണ്ട്. അതുകൊണ്ട് വേറെ തരത്തിൽ പറയും എന്താണ്? ഇത് കഴിഞ്ഞ ദിവസവും നമ്മളത് പറഞ്ഞാണ്, ഭാഗികമായി ജ്ഞാതവും ഭാഗികമായി അജ്ഞാതവുമാണ് ആത്മതത്വം. അതുകൊണ്ടാണ് അതിൽ ജിജ്ഞാസ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഒരുവൻ അതിനുവേണ്ടി ശ്രമിക്കുന്നത്. അത് ചിലർ ബോധപൂർവ്വം ശ്രമിക്കുമ്പോൾ നമ്മളെന്ത് ചെയ്യുന്നു? അതിന് ശാസ്ത്രത്തെയും ഗുരുവിനെയൊക്കെ അവലംബിക്കും. അബോധപൂർവമായി ശ്രമിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മളതിന് വിഷയങ്ങളെ സമീപിക്കുന്നു. എന്നുവെച്ചാൽ ജീവന്മാർ വിഷയങ്ങളെ സമീപിക്കുന്ന എന്തിനു വേണ്ടി? അറിയാൻ, അതിന് സ്വന്തം സത്തയ്ക്ക് വേണ്ടി, അതിന്റെ ആനന്ദത്തിന് വേണ്ടി. അതിനാണ് വിഷയങ്ങളെ സമീപിക്കുന്നത്. അത് ബോധപൂർവം അല്ലാതെയുള്ള ഒരു പരിശ്രമം. അവിടെയെല്ലാം എന്താ ചെയ്യുന്നത്? നമ്മൾ സ്വയം പ്രകാശിക്കുന്ന ഈ ആത്മാവിനെ വെളിപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ഇനി ബോധപൂർവമായി അത് പരിശ്രമിക്കുന്നതാണ് സാധന. അവിടെയൊക്കെ നമ്മൾ എന്താണ് പറയുന്നത്? മോക്ഷത്തിന് വേണ്ടി അല്ലെങ്കിൽ
സാക്ഷാത്കാരത്തിന് വേണ്ടി ശ്രമിക്കുന്നു. എന്താ അവിടെ സംഭവിക്കുന്നത്? ഒരിക്കലും വെളിപ്പെടുത്താൻ കഴിയാത്ത ഒന്നിനെ വെളിപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഒരിക്കലും നമുക്ക് പരിശ്രമിച്ച് കണ്ടെത്താൻ കഴിയാത്ത ഒന്നിനെ കണ്ടെത്താൻ ശ്രമിക്കുന്നു. അതിന്റെ വാസ്തവത്തിൽ സംഭവിക്കുന്നു. ഒരിക്കലും നമുക്ക് എത്തിച്ചേരാൻ കഴിയാത്ത ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ യാത്ര തിരിച്ചിരിക്കുന്നു. എന്തുകൊണ്ട്? ഒരിക്കലും നമുക്ക് കണ്ടെത്താൻ കഴിയില്ല, ഒരിക്കലും നമുക്ക് എത്തിച്ചേരാൻ കഴിയില്ല എന്നെല്ലാം പറയുന്നത്. കാരണം ഇത് എത്തിച്ചേരേണ്ട ഒരു സ്ഥാനമല്ല, നമ്മൾ നിൽക്കുന്ന സ്ഥാനം തന്നെ. ദേശഭേദമുണ്ടെങ്കിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റും. സാക്ഷാത്കരിക്കണമെങ്കിൽ എന്ത് വേണം? അന്യമാകണം. ഇത് അന്യമായ ഒന്നല്ല. അതുകൊണ്ട് തന്നെ അതിനെ സാക്ഷാത്കരിക്കാൻ കഴിയത്തില്ല. ഇത് വിദൂരമായ ഒന്നാണെങ്കിൽ നമുക്കവിടെ എത്തിച്ചേരാൻ പറ്റും. ഇത് വിദൂരമായ ഒന്നല്ല, തന്റെ സ്വരൂപമാണ്. അതുകൊണ്ട് തന്നെ അവിടെ എത്തിച്ചേരാൻ കഴിയത്തില്ല. എന്നാലും അതിനെല്ലാം ശ്രമിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. എന്താണ്? അറിവിനെ വീണ്ടും ബോധിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ബോധപൂർവമായി, ബോധത്തോടുകൂടി ശ്രമിക്കുമ്പോൾ തന്നെ നമ്മൾ ആത്മീയമെന്ന് പറയും. ബോധമില്ലാതെ ശ്രമിക്കുമ്പോൾ തന്നെ നമ്മൾ ലൗകികമെന്ന് പറയുന്നു. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഈ പറയുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ അനുഭവമാണ് പറയുന്നു. പരമാർത്ഥത്തിൽ ഇതൊന്നും ശരിയല്ല. പരമാർത്ഥത്തിൽ എന്താണ്? ആ തത്വം സ്വയം സ്ഫുരിച്ചുകൊണ്ടേയിരിക്കുന്നു. അവിടെ പരമാർത്ഥത്തിൽ ബന്ധമോക്ഷങ്ങളൊന്നുമില്ല എന്നാണ്. പിന്നെ ഇവിടെ ചോദിക്കുന്നത് എന്താണ്? മറിച്ച് കൽപ്പനയെ, അസത്തിനെയല്ലേ ബോധിപ്പിക്കുന്നു. അതാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ എപ്പോഴും ബോധിച്ചുകൊണ്ടിരിക്കുന്നത് സത്തും അസത്തും ചേർന്നാണ്. അതിനല്ലേ ഈ സൻ ഘടകം എന്നുള്ള ഉദാഹരണം കൊടുത്തത്. നമ്മളുടെ അനുഭവങ്ങളെല്ലാം എന്താണ്? അസത്തിനെയാണോ ബോധിപ്പിക്കുന്നത്? ശരിയാണ്. അസത്തിനെ ആര് ബോധിപ്പിക്കുന്നു? സത്ത്. അപ്പം നമ്മൾ സത്തിനെയും ബോധിക്കുന്നു, അസത്തിനെയും ബോധിക്കുന്നു. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ സത്തിനെയും അസത്തിനെയും ബോധിപ്പിക്കുമ്പോൾ എന്താ ഈ അസത്ത്? അസത്തെന്ന് പറയുന്നത് ഇല്ലാത്തതാണ്. അപ്പൊ ഇല്ലാത്തതിനെ ബോധിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ എന്താണ്? അങ്ങനെ ഒന്നില്ല ബോധിക്കാൻ, അങ്ങനെ ഒരു ബോധവുമില്ല. പിന്നെ സത്തിന്റെ സ്ഫുരണം മാത്രമേ ഉള്ളൂ പരമാർത്ഥത്തിൽ. ഇല്ലാത്തതിനെ ബോധിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അങ്ങനെ ഒരു ബോധമേ ഇല്ലെന്നാണ് പരമാർത്ഥത്തിൽ. ഇല്ലാത്തതിനെങ്ങനെ ബോധിക്കാൻ പറ്റും? അപ്പോൾ ഇത്രമാത്രം ചിന്തിക്കാമെങ്കിൽ ഒരു പടി കൂടി മുമ്പോട്ട് ചിന്തിക്കുക. അപ്പൊ ശരിയാവും. ഇല്ലാത്തതിനെ ബോധിക്കാൻ പറ്റുമോ? ഇല്ലാത്തതിനെ ബോധിക്കുന്നില്ല. എന്തുകൊണ്ട്? ഇല്ലാത്തതുകൊണ്ട് തന്നെ. പിന്നെ എന്താ ബോധിച്ചുകൊണ്ടിരിക്കുന്നത്? സത്തിനെ. അതിനെ ബോധിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം അത് ബോധത്തിന് വിഷയമില്ല. പിന്നെ അത് സ്വയം സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് അതിനെ സംബന്ധിച്ച് നമുക്ക് പരമാവധി പറയാവുന്ന കാര്യം. അങ്ങനെയാണെങ്കിലും നമ്മുടെ ദൈനംദിന അനുഭവത്തിൽ അല്ലെങ്കിൽ നമ്മുടെ വ്യാവഹാരികമായ അനുഭവത്തിൽ ഇതെല്ലാം തലതിരിഞ്ഞിരിക്കുകയാണ്. സത്യത്തിൽ നിന്നും മാറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾക്കെല്ലാം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാം വിപരീതമായ രീതിയിലാണ്. ആ വിപരീതമായ അനുഭവങ്ങളിലൂടെ തന്നെ അതിൻ്റെ ഒരു പ്രകാശം ഉണ്ട്. അതാണ് നമ്മളെ സത്യത്തെ അന്വേഷിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ആ പ്രകാശത്തെയാണ് ഇവിടെ പറയുന്നത് സൻ, സത്ത, ഉണ്മ എന്ന് പറയുന്നത്. അപ്പോൾ ഒരേ സമയം തന്നെ ഇതിന്റെ രണ്ട് തലങ്ങളെയും നമ്മൾ അംഗീകരിച്ചുകൊണ്ട് വേണം ചിന്തിക്കാൻ. ഒന്ന് ഇതിന്റെ വ്യാവഹാരികമായ അല്ലെങ്കിൽ ഒരു അനുഭവ തലം, മറ്റൊന്ന് ഒരു പാരമാർത്ഥിക തലം. ശാസ്ത്രത്തിൽ രണ്ടും ചർച്ച ചെയ്യും. പാരമാർത്ഥിക തലത്തെക്കുറിച്ചും പറയും, അനുഭവ തലത്തെക്കുറിച്ചും പറയും. ഇതിനെ രണ്ടിനെയും കൂടി കൂട്ടിക്കുഴച്ചിട്ട് നമ്മൾ ആശയക്കുഴപ്പം സൃഷ്ടിക്കാതിരുന്നാൽ മാത്രം മതി. അതുകൊണ്ട് ഈ പറയുന്നത് ചോദ്യം ശരി തന്നെയാണ്, ആ സമയം ഈ ചോദ്യം അബദ്ധവുമാണ്. രണ്ടുമാണ്. ഒരു തരത്തിൽ ചോദ്യം ശരിയാണ്. വ്യാവഹാരികമായ തലത്തിൽ നോക്കുമ്പോൾ എന്താണ്? ഈ ചോദ്യങ്ങളെല്ലാം ശരിയാണ്. ഇങ്ങനെയെല്ലാം അല്ലേ സംഭവിക്കുന്നത്? ശരിയാണ്. പാരമാർത്ഥികമായി ചിന്തിക്കുമ്പോഴോ ഇത്തരം ഒരു ചോദ്യങ്ങൾക്ക് അവിടെ പ്രസക്തിയില്ല എന്ന് നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കും. അതുകൊണ്ട് ഇവിടെ പറയുന്നത് എന്താണ്? തസ്മാ ദേഹാദേഹി ദ്വന്ദ്വസിച്ച സകാരണസ്യ അതസോ വിദ്യതേ ന വിദ്യതേ ഭാവ. ഇവിടെ താൻ പറഞ്ഞു എന്ന ഭാഗത്തിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ശീതോഷ്ണാദികൾ ഇതെല്ലാം പരമാർത്ഥത്തിൽ നിലനിൽക്കുന്നില്ല. എന്തിനാ ഈ കാര്യം ഇവിടെ പറഞ്ഞു? കാരണം അവിടെ പറഞ്ഞു താൻ തിതിക്ഷസ്വ ഭാരത. അപ്പൊ തിതിക്ഷ എങ്ങനെയാ ഇതിനെ സഹിക്കേണ്ടത്? സഹിക്കണമെന്ന് പറഞ്ഞു. സാധാരണഗതിയിൽ ഒരു കാര്യത്തെ സഹിക്കണം. ആരെങ്കിലും നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആരെങ്കിലും
മരിച്ചുപോയി. മരിച്ചു കഴിഞ്ഞാൽ ഉടൻ സങ്കടം വരും, ദുഃഖം വരും. ഒരാൾ പറയണം അതിനെ സഹിക്കുക. സഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ദുഃഖിച്ചോളുക. അല്ല വേറെ എന്താ അതിന് അർത്ഥമുള്ളത്? സഹിക്കുക എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ അങ്ങ് തുടർന്നോളുക, ഇത് കൂടുതലൊന്നും വേണ്ട. എന്നുവെച്ചാൽ ദുഃഖിക്കുക എന്നേ അതിനർത്ഥമുള്ളൂ. അല്ല ഒരാൾ സഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെന്താ അതിനർത്ഥം? ആ ദുഃഖം അനുഭവിക്കാൻ നമുക്ക് ഒരു അനുവാദം കൂടെ തരികയാണ്, അതിനെ സഹിച്ചോളുക, അത്രയേ ഉള്ളൂ. അല്ല പിന്നെ സഹിക്കുക എന്ന് പറഞ്ഞാൽ അതിന് പുതിയ വേറെ എന്തെങ്കിലും അർത്ഥം കിട്ടുമോ? ഒന്നുമില്ല. നമ്മുടെ ദുഃഖം അതുപോലെ തന്നെ തുടരും. ഇവിടെ ആ അർത്ഥത്തിലല്ല പറയുന്നത്. താൻ തിദിക്ഷസ്വ എന്ന് പറഞ്ഞു. അതിനാദ്യം ഭാഷ്യകാരൻ പറഞ്ഞു എന്താണ്? ഹർഷം വിഷാദം മാ കാർഷേഹി. അവിടെ ഭാഷ്യത്തിൽ പറഞ്ഞു ഹർഷവിഷാദങ്ങളെ ചെയ്യരുത്, സുഖത്തിൽ തുടർന്ന് സുഖിക്കരുത്, അനുസുഖം. അതുപോലെ അനുശോചനം, അതിനെ തുടർന്ന് ദുഃഖിക്കരുത് എന്നാണ്. നമ്മൾ സാധാരണ അതല്ല ചെയ്യുന്ന. ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ഉടൻ അവിടെ പോയിട്ട് അനുശോചനം അറിയിക്കും. എന്നുവെച്ചാൽ അവരെ ഒന്നുകൂടി ദുഃഖിപ്പിക്കും. ഇവിടെ ഭഗവാൻ പറയുന്നതല്ല, അനുശോചിക്കരുത്, ഒരിടത്തും അനുശോചനം അറിയിക്കരുത്. അറിയിച്ചില്ലെങ്കിൽ നമുക്ക് പ്രയാസം വരും, പക്ഷെ അത് പാടില്ല എന്നാണ്. അനുശോചനം പാടില്ല. അതായത് ഒരു ദുഃഖത്തെ അല്ലെങ്കിൽ സുഖത്തെ നമ്മുടെ അനുഭവത്തിൽ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്? ഒരു വിഷയം പ്രതികൂലമാണെന്ന് കാണുമ്പോൾ ദുഃഖം ഉണ്ടാകുന്നു, അനുകൂലമാണെന്ന് കാണുമ്പോൾ എന്തായാലും ശരി, മരണമോ ജീവിതമോ ഏതോ ആയിക്കൊള്ളട്ടെ, ഒരു വിഷയം പ്രതികൂലമാണെന്ന് കാണുമ്പോൾ എന്ത് വരുന്നു? ദുഃഖം ഉണ്ടാകുന്നു. ഇവിടെ ഉണ്ടാകുന്നു ഈ ദുഃഖം. ദുഃഖം എന്ന് പറയുന്നത് അന്ധകരണത്തിലുണ്ടാകുന്നു. എന്താണ് ഈ ദുഃഖം എന്ന് പറയുന്നത്? അത് അന്ധകരണത്തിന്റെ ഒരു വൃത്തിയാണ്. അതിനാണ് ഈ അന്ധകരണ വൃത്തി എന്ന് പറയുന്നത്. അന്ധകരണത്തിന് അതിന്റെ സംസ്കാരം അനുസരിച്ച് പലതരത്തിൽ അതിനെ പരിണമിക്കാൻ കഴിയും, മാറാൻ കഴിയും. അങ്ങനെ മാറുമ്പോൾ ചില സമയത്തത് അതിന് കാരണം അതിന്റെ സംസ്കാരമാണ്. അതിനൊരു പ്രത്യേക തരത്തിലൊരു പരിണാമം അതിൽ വരും. അതിനെ നമ്മൾ സുഖമെന്ന് പറയും. മറ്റൊരു തരത്തിൽ അത് പരിണമിക്കുന്നു, അപ്പോൾ അത് ദുഃഖമെന്ന് പറയും. ബാഹ്യമായ വിഷയങ്ങൾ പ്രതികൂലമായിരിക്കുമ്പോൾ അന്ധകരണം ദുഃഖരൂപത്തിൽ പരിണമിക്കും, അല്ലെങ്കിൽ അന്ധകരണത്തിൽ ദുഃഖവൃത്തി ഉണ്ടാകും. അന്ധകരണം തന്നെ ആ രീതിയിൽ മാറുന്നതാണ്. അങ്ങനെ മാറാൻ പറ്റും. പരിണാമം എന്ന് പറയുന്നത് ഒരു വസ്തുവിൽ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. ഉദാഹരണം പറഞ്ഞു, ഇപ്പോൾ ജലം അത് കട്ടിപിടിച്ച് ഐസാകുന്നു. ജലത്തിനില്ലാത്ത പല സവിശേഷതകളും അതിന് വരും. സാധാരണഗതിയിൽ ജലം നമ്മുടെ ദേഹത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ അതിന് നമ്മുടെ ദേഹത്തെ നോവിക്കാനോ അതിന് മുറിവേൽപ്പിക്കാനോ പറ്റത്തില്ല. പക്ഷെ അത് കട്ടിപിടിച്ച് ഐസായി കഴിഞ്ഞാലോ അതിനിങ്ങനെ ചില വിശേഷതകളൊക്കെ വരും. അത് നമ്മുടെ ദേഹത്തെ നോവിപ്പിക്കും, അതിന് വേദന ഉണ്ടാക്കാൻ കഴിയും. അങ്ങനെ പല ജലത്തിനില്ലാത്ത ശീതത അത് ദേഹത്തിനുണ്ടാക്കാൻ കഴിയും. ഒരു വസ്തു തന്നെ പരിണമിച്ച് വേറൊന്നായി മാറുമ്പോൾ ആ വസ്തുവിൽ പുതിയ ഗുണങ്ങൾ, പുതിയ സവിശേഷതകൾ വരുന്നു. ഇത് തന്നെയാണ് അന്ധകരണത്തിൽ സംഭവിക്കുന്നത്. അന്ധകരണം സ്വച്ഛമായിരിക്കുന്നു, ശുദ്ധമായിരിക്കുന്നു സാധാരണഗതിയിൽ. അത് പ്രകാശം പോലെ, സൂര്യ തേജസ് പോലെ തേജോമയമായാണ് ഇരിക്കുന്നത് സദാസമയം. പക്ഷെ അതിലൊരു പരിണാമം വരുമ്പോൾ ജലം ഐസാകുന്നത് പോലെ അത് പരിണമിച്ചത് കട്ടിയാകും, ദുഃഖപരിണാമം. അത് വളരെ തരളമാകും, സുഖപരിണാമം. ഇതെല്ലാം അന്ധകരണത്തിന്റെ ചില സവിശേഷതകളാണ്. ഇതാണ് സുഖദുഃഖങ്ങളെന്ന് പറയുന്നത്. അതിന് എപ്പോഴും കാരണമായിരിക്കുന്ന എന്താണ്? ബാഹ്യവും ആന്തരികവുമായിട്ടുള്ള നിമിത്തങ്ങൾ. ബാഹ്യ നിമിത്തം എന്ന് പറയുന്നത് വിഷയാനുഭവം, നേരത്തെ പറഞ്ഞത് സുഖ ദുഃഖാദികളുടെ അനുഭവം. ആന്തരികമായ നിമിത്തം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മുടെ സംസ്കാരം. അത് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തു കഴിഞ്ഞാണ്. അപ്പൊ ഇങ്ങനെയുള്ള നിമിത്തങ്ങളിലൂടെ അന്ധകരണത്തിൽ സുഖദുഃഖ പരിണാമങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ ഉണ്ടായാൽ ഈ ഉണ്ടാകുന്ന അന്ധകരണം സ്ഥിര സ്വഭാവമുള്ളതല്ല, അതിങ്ങനെ സദാ പരിണമിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു പരിണാമം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അത് കാലത്തെ അപേക്ഷിക്കുന്നു. ചിലപ്പോൾ അത് ദീർഘകാലം, ചില സമയം അത് പരിണമിച്ചുകൊണ്ടിരിക്കും. ചിലപ്പോൾ അത് ക്ഷണമായിരിക്കും അതിന്റെ പരിണാമം. അപ്പോൾ ഏത് നിമിത്തമാണോ ആ പരിണാമത്തിന് പ്രേരിപ്പിച്ചത്, ആ നിമിത്തത്തിന്റെ സാന്നിധ്യത്തിൽ അത് അങ്ങനെ തന്നെ പരിണമിച്ചുകൊണ്ടേയിരിക്കും എന്നത്. ഇപ്പോൾ പല്ലുവേദന ഉണ്ടാകും, മനസ്സിൽ ദുഃഖപരിണാമം ഉണ്ടാകും. ശരീരത്തിൽ
ഏത് സമയം വരെ ആ ദുഃഖപരിണാമത്തിനുള്ള നിമിത്തങ്ങളുണ്ടോ അതുവരെ ഉള്ളിൽ ആ ദുഃഖപരിണാമം അന്ധകരണത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അത് ബാഹ്യമായ നിമിത്തത്തെ ആശ്രയിച്ചിട്ടാണ്. ഇവിടെ എന്താണ് നിമിത്ത ശാരീരികം? ശരീരത്തിന് വന്ന ഒരു വൈഷമ്യം, അത് അന്ധകരണത്തെ ആ രീതിയിൽ പരിണമിപ്പിച്ചു. ഇവിടെ ദുഃഖത്തെ ഉണ്ടാക്കരുതെന്ന് പറയുമ്പോൾ എന്താണ് ചെയ്യുന്നത്? അത്തരം ഒരു പരിണാമത്തിന് താൻ അറിഞ്ഞോ അറിയാതെയോ നിമിത്തമായി തീരരുത് എന്നർത്ഥം. സഹജമായി അതിൽ അത്തരം ഒരു പരിണാമം വന്നു കഴിഞ്ഞു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ താൻ അതിനെങ്ങനെ നിമിത്തമായി തീരുന്നു? താൻ ആ പരിണാമത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, ആ ദുഃഖത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. ആ ദുഃഖത്തെക്കുറിച്ച് ചിന്തിച്ച് മനസ്സ് ദുർബലമാകുന്നു. അർജുനന് വന്നതുപോലെയുള്ള ഹൃദയ ദൗർബല്യം വരുന്നു. അങ്ങനെ വരുമ്പോൾ വീണ്ടും നാം ഒരു നിമിത്തത്തെ കൂടി സൃഷ്ടിക്കുകയാണ്. എന്ത്? നമ്മുടെ ചിന്ത. ആ നിമിത്തത്തെ സൃഷ്ടിച്ചിട്ട് ആ നിമിത്തം കൊണ്ട് വീണ്ടും അത് പരിണമിക്കും. അപ്പോൾ ആ ദുഃഖം നീണ്ടു നിൽക്കും. അപ്പോൾ ദുഃഖത്തിന്റെ ഈ നീണ്ടു നിൽക്കൽ അത് ഒഴിവാക്കാനാണ് പറയുന്നത് താൻ തിദിക്ഷസ്വ എന്ന് പറയുന്നത്. ഹർഷവിഷാദങ്ങളെ ഉണ്ടാക്കരുതെന്ന് പറയുന്നത് അതാണ്. സുഖത്തെ സംബന്ധിച്ചും അത് തന്നെയാണ്. അതിനെക്കുറിച്ചുള്ള അനുസ്മരണം, തുടർന്നുള്ള സ്മരണം വീണ്ടും, അതാണ് അനുശോചനം എന്ന് പറഞ്ഞു. അത് വീണ്ടും ദുഃഖത്തിന് കാരണമാക്കുന്നു. അത് ഒഴിവാക്കാനാണ് പറയുന്നത്. എന്തായാലും അത് സംഭവിച്ചു. ശരീരത്തിലുള്ള വൈഷമ്യം കൊണ്ട് അന്ധകരണത്തിൽ ദുഃഖപരിണാമം ഉണ്ടായി. അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് തുടർന്നൊരു നിമിത്തമായി തീരുകയാണ്. വീണ്ടും മനസ്സിന് അങ്ങനെ പരിണമിക്കുന്നതിനുള്ള ഒരു പ്രേരണ നൽകുകയാണ്. ഈ രണ്ടാമത് നൽകുന്ന പ്രേരണ അത് ഒഴിവാക്കുക. അത് മനസ്സിന്റെ സവിശേഷത അനുസരിച്ച് അല്ലെങ്കിൽ മനസ്സിന്റെ ദുർബലത അനുസരിച്ച് ചിലപ്പോൾ ആദ്യത്തേതിനേക്കാൾ കൂടുതൽ ശക്തമായി വരും. അതാണ് സഹിക്കാൻ കെൽപ്പില്ലാത്തവനെന്ന് പറയുന്നത്. ഒരാൾക്കൊരു വേദന വന്ന് അതിനെ സഹിക്കാൻ കെൽപ്പില്ല എന്ന് പറയുമ്പോൾ എന്ത് വരുന്നു? അയാളുടെ അനുശോചനം കൂടുതൽ തീവ്രമായിരിക്കും. എന്നുവെച്ചാൽ അയാൾ തനിക്ക് വന്ന വേദനയെക്കുറിച്ച് വളരെ വളരെ ഗൗരവമായി അയാൾ ചിന്തിക്കുന്നു. ആ വേദനയെക്കുറിച്ച് അയാൾ വളരെ കൂടുതൽ ദുഃഖിക്കുന്നു. തുടർന്ന് വരുന്ന മനസ്സിന്റെ പരിണാമം കൂടുതൽ ശക്തവും തീവ്രവുമാകും. ഈ രണ്ടാമത് വരുന്ന പരിണാമം, ശക്തവും തീവ്രവുമായ പരിണാമം, അതിനെ ഒഴിവാക്കുക. അതാണ് തിതിക്ഷ. ആദ്യം എങ്ങനെയാണോ അനുഭവപ്പെട്ടത്, ബാഹ്യമായ നിമിത്തം കൊണ്ടോ ആന്തരികമായ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ വന്ന ആ ദുഃഖത്തെ അവിടെ നിർത്തുക. അതിനെ തുടർന്ന് വർദ്ധിപ്പിക്കാതിരിക്കുക. അതാണ് തിതിക്ഷ. ആ വന്നു ചേരുന്നത്, അവശ്യം ഭവിക്കുന്നത്, അതിനെ ഒഴിവാക്കാൻ ആർക്ക് സാധ്യമല്ല? ജ്ഞാനികൾക്ക് പോലും. അതാണ് പ്രാരബ്ധം എന്ന് പറയുന്നത്. അത് അവശ്യം വന്നു തന്നെ തീരണം. പക്ഷെ തുടർന്ന് നമുക്ക് ദുഃഖിക്കാതിരിക്കാം. അതിനെക്കുറിച്ച് ചിന്തിച്ച് വരുന്ന ദുഃഖത്തെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതാണ് പ്രധാനമായും തിതിക്ഷ എന്ന് പറയുന്നത്. പക്ഷേ അങ്ങനെ തുടർന്ന് വരുന്ന ഈ അന്ധക്കരണ പരിണാമത്തെ നമ്മൾ എങ്ങനെ തടയും? ആ ദുഃഖത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ വീണ്ടും ദുഃഖിക്കും. ആ ദുഃഖത്തെ ഗൗരവമായി കണ്ടുകഴിഞ്ഞാൽ ദുഃഖം വർദ്ധിക്കും. ആ ദുഃഖത്തെ ലാഘവമായി കണ്ടുകഴിഞ്ഞാൽ ആ ദുഃഖം പിന്നീട് വരാതിരിക്കും. അന്ധകരണത്തിന്റെ പരിണാമം അവിടെ അവസാനിക്കും, പരിണമിക്കാതിരിക്കും. അതിന് സഹായിക്കുന്ന ഒന്നാണ് ഇവിടെ പറയുന്ന ഈ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ഈ വിഷയങ്ങൾ അസത്യമാണ് എന്നുള്ള ബോധം. അതാണ് ഇവിടെ പറയുന്നത്. തിതിക്ഷയ്ക്കിത് സഹായിക്കുന്നു എന്ന് പറഞ്ഞാൽ തിതിക്ഷയ്ക്ക് ആത്മബോധം സഹായിയായി നിൽക്കുന്നു. എങ്ങനെ സഹായിയായി നിൽക്കുന്നു? ഈ വിഷയങ്ങൾ കൽപ്പിതമാണ്, ഈ വിഷയങ്ങൾ തുച്ഛമാണ്, ഈ വിഷയങ്ങൾ ഈ സുഖദുഃഖങ്ങളെ ഉണ്ടാക്കുന്നത് അന്ധകരണത്തിലാണ്. താൻ വാസ്തവത്തിൽ ഈ അന്ധകരണത്തോട് താതാത്മ്യപ്പെടാതെ ശുദ്ധമായി സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാവാണ്. ഇത്തരത്തിൽ വിഷയത്തെക്കുറിച്ചും അന്ധകരണത്തെക്കുറിച്ചും ദുഃഖത്തെക്കുറിച്ചും ആത്മാവിനെക്കുറിച്ചും ശരിയായി ചിന്തിച്ച് ഉറപ്പിച്ച് മനസ്സിന് ദൃഢത വരുന്ന ഒരാളിന് ഈ സുഖദുഃഖാദി അനുഭവങ്ങൾ അവശ്യം ഭാവിയായി വരുമ്പോൾ അതിന്റെ നിസ്സാരത അയാളുടെ മനസ്സിൽ വരുന്നു. നിസ്സാരത മനസ്സിന് ബോധ്യപ്പെടും. അപ്പോൾ അയാൾ ദുഃഖിക്കുന്നില്ല. ഏതുപോലെ ഒരു വ്യക്തി അയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ മരിക്കുമ്പോൾ അയാൾക്ക് വലിയ ദുഃഖം വരുന്നു, സാധാരണ ഒരു ലൗകിക മനസ്സിന്. പക്ഷേ മറ്റൊരുവൻ ഈ ബന്ധത്തെക്കുറിച്ച്
മറ്റും ശരിയായി ചിന്തിച്ച് അയാളുടെ മനസ്സിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അയാൾ ഒരു പ്രത്യേക സംസ്കാരം വളർത്തിയെടുക്കും. ആര്? ആത്മീയമായി ചിന്തിക്കുന്ന ഒരാൾ. അപ്പോൾ അതിനെക്കുറിച്ച് അയാൾക്കൊരു പ്രത്യേക കാഴ്ചപ്പാടുണ്ടാകും. ഈ ബന്ധങ്ങൾ നമ്മൾ ധരിച്ചിരിക്കുന്നത് പോലെയല്ല, അതിന്റെ മിഥ്യാത്വം. അതെല്ലാം ഒരാൾ ശരിയായ രീതിയിൽ ചിന്തിച്ചിരിക്കുന്ന ഒരാളാണെങ്കിൽ അങ്ങനെ ഒരു മരണം അയാളെ സാധാരണ ഒരു ലൗകികനെ ദുഃഖിപ്പിക്കുന്നത് പോലെ ദുഃഖിപ്പിക്കുന്നില്ല. അതുപോലെ തന്നെ ശരീര സംബന്ധിയായ കാര്യങ്ങളെ സംബന്ധിച്ചും ശരീര സംബന്ധിയായി ശരീര നിമിത്തമായി വരുന്ന ദുഃഖങ്ങൾ ഒരു സാധാരണ മനുഷ്യനെ ബാധിക്കുന്നു, അയാളെ ദുഃഖിക്കുന്നു. പക്ഷേ ഈ കാര്യങ്ങളെക്കുറിച്ച് ശരിയായി ചിന്തിച്ച് മനസ്സിന് ധൈര്യവും ദൃഢതയും സമ്പാദിച്ചിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ആ ദുഃഖത്തിന് സ്വയം വഴിപ്പെട്ടു കൊടുക്കുന്നില്ല, അയാൾ ആ ദുഃഖത്തിന് കീഴ്പ്പെട്ടു പോകുന്നില്ല. ആ ദുഃഖം അനുഭവിച്ചാൽ തന്നെ അയാൾക്ക്, അല്ലെങ്കിൽ വേറെ തരത്തിൽ പറഞ്ഞാൽ ആ ദുഃഖത്തെ നേരിടുന്നതിനുള്ള ശക്തി അയാൾക്ക് മറ്റുള്ള ആളിനെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും. അതിനു വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രധാന ഉപായമാണ് ഈ ആത്മബോധം. ആത്മബോധം അയാൾക്ക് പകർന്നു കൊടുക്കുന്ന മാനസികമായ സ്ഥൈര്യം, അത് അയാളെ ദുഃഖത്തെ അതിജീവിക്കുന്നതിന് പ്രാപ്തനാക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ആത്മാവിന്റെ സത്യത്വവും വിഷയങ്ങളുടെ മിഥ്യാത്വവും ബോധിപ്പിക്കുന്നത്. അതാണ് അടുത്തിനി പറയുന്നത്. തഥാ സതശ്ച ആത്മനോ അഭാവോ അവിദ്യമാനത ന വിദ്യതേ. ആത്മബോധത്തെ ഇവിടെ ഉറപ്പിക്കുകയാണ്. സതഃ ആത്മനഃ, ആത്മാവ് സത്താണ്, അതിന് നാശമില്ല. അതിന്റെ അഭാവം, അതിന്റെ അവിദ്യമാനത, അതിന്റെ ഇല്ലായ്മ, എന്ന വിദ്യത, അങ്ങനെ ഒന്നില്ല, അത് സത്താണ്, അത് എപ്പോഴും ഉണ്ട്. എന്തുകൊണ്ട്? ആ സത്ത് സർവത്ര അവ്യഭിചാര. ആ സത്ത് തന്നെയാണ് ആത്മാവ്. നമ്മൾ വിഷയ അനുഭവത്തിൽ വിഷയത്തോട് ചേർന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ സത്ത്, അത് തന്നെയാണ് പരമാത്മാവ്. സർവത്ര അവ്യഭിചാര, അത് മാറ്റമില്ലാതെ അനുസ്യൂതമായി സർവത്ര ഇരിക്കുന്നു. ഇതി അവോചാമഹ. ഈ കാര്യം ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഒന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഏവം, ഇപ്രകാരം ആത്മാ അനാത്മനോഹോ സത് അസതോഹോ ഉഭയോഹോ അപി ദൃഷ്ടഃ ഉപലബ്ധോ അന്തഃ നിർണയഃ. ഏവം, ഇപ്രകാരം ആത്മാ അനാത്മനോഹോ, ഭാഷ്യത്തിൽ ആത്മാനാത്മാക്കളുടെ ഈ സത്തിന്റെയും ഈ വിഷയങ്ങളുടെയും സദസതോഹോ, അതിനെ വിശദീകരിക്കുന്നു. സത്, അത് നമുക്ക് നമ്മുടെ അനുഭവത്തിന് വിഷയമായിരിക്കുന്ന ആ സത്തും അസത് ഈ വിഷയങ്ങളും, ഉഭയോഹോ അപി ദുഷ്ടഃ അന്തഃ ദുഷ്ടഃ, ദുഷ്ടോന്തഃ, അതിനെ വ്യാഖ്യാനിക്കുകയാണ്. അതിന്റെ അന്തം എന്ന് വെച്ചാൽ നിർണയം. ദൃഷ്ടഃ ഉപലബ്ധമാണ്, അതിന്റെ നിർണയം, അതിന്റെ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നു. നിശ്ചയം ജ്ഞാനിയുടെ മനസ്സിൽ ഉറച്ചിരിക്കുന്നു, ജ്ഞാനി അതിനെ ദർശിച്ചിരിക്കുന്നു. സത്ത്, ആത്മാവ് സത്താണ്, ഈ വിഷയങ്ങളെല്ലാം കൽപ്പിതമാണെന്ന് നിശ്ചയിച്ചിരിക്കുന്നു. നിർണയം, നിശ്ചയമാണ്, ദൃഢമായി ഉറച്ചിരിക്കുന്നു എന്നർത്ഥം. എങ്ങനെ? സത്ത് സതേവ. ഈ സത്ത് സതേവ എന്ന് പറഞ്ഞാൽ അത് മാറുന്നില്ല, അത് അനുസ്യൂതമായിരിക്കുന്നു, അത് അനുവർത്തിക്കുന്നു, അത് അന്വയമായിരിക്കുന്നു. അസത് അസദേവ, അസത്ത് എന്താണ്? അത് കൽപ്പിതമാണ്, അതൊരിക്കലും സത്താകുന്നില്ല, അതിനൊരിക്കലും സ്ഥായിത്വമില്ല. ഇതി സത് സദൈവ അസത് അസദേവേദിതു അനയോഹോ യഥോക്തയോഹോ തത്വദർശിഭിഃ. അതിനെ വ്യാഖ്യാനിക്കുന്നു. തദിതി സർവനാമഃ സർവം ച ബ്രഹ്മ തസ്യ നാമ തദിതി. തദ്ഭാവഃ തത്വം ബ്രഹ്മണോ യാഥാത്മ്യം തദ് ദ്രഷ്ടും ശീലം യേഷാം തേ തത്വദർശിനഃ തേ തത്വദർശിഭിഃ. ദുഷ്ടഃ ദുഷ്ടോന്തസ്ത്വനയോ തത്വദർശിഭിഃ. അതിനെ വ്യാഖ്യാനിക്കുകയാണ്. ഉഭയോരവി ദുഷ്ടോന്തഃ ത്വനയോ തത്വദർശിഭിഃ. ഉഭയോഹോ അപി ദുഷ്ടഃ അന്തഃ
തു അനയോഹോ തത്വദർശിഭി. ആ ശ്ലോകത്തിന്റെ 3, 4 പാദങ്ങളെ വ്യാഖ്യാനിക്കുകയാണ്. സത് സദൈവ അസത് അസദൈവേദിതു അനയോഹോ, ഉഭയോഹോ അനയോഹോ. ആ ശബ്ദത്തെ വ്യാഖ്യാനിക്കുകയാണ്. അനയോഹോ യഥോക്തയോഹോ, ഈ മുമ്പ് പറഞ്ഞ സത്തും അസത്തും, യഥോക്തയോഹോ മുമ്പ് പറഞ്ഞതായ സത്തിന്റെയും അസത്തിന്റെയും എന്താണ് അന്തഃദഷ്ട തത്വനിർണയം. ആര്? തത്വദർശിഭി, തത്വദർശികളാൽ ആ തത്വനിർണയം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ആത്മബോധമുള്ളവർ അത് ധരിച്ചിരിക്കുകയാണ്. അതിൽ തത്വദർശി എന്ന് പറഞ്ഞല്ലോ, അതിൽ തത്വം എന്ന് പറയുന്ന ശബ്ദത്തെ വ്യാഖ്യാനിക്കുകയാണ്. എന്താണ് ഈ തത്വം? തദിതി സർവനാമ എന്ന് പറയും. സർവനാമങ്ങൾ, പ്രോനൗൺ എന്ന് നമ്മൾ പറയുന്നു സംസ്കൃതത്തിൽ. സർവനാമം ഒരു നാമത്തെ തുടർന്ന് ബോധിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു നാമം, അതാണ് സർവനാമം. അങ്ങനെ സംസ്കൃതത്തിൽ ഉപയോഗിക്കുന്ന സർവനാമങ്ങളാണ് തത് ശബ്ദം, ഇതം ശബ്ദം, ഏത് ശബ്ദം, ഇങ്ങനെ വരുന്ന കുറേ ശബ്ദങ്ങൾ. സഹ, അയം, ഇമം എന്നെല്ലാം പറയുന്നു. ഈ തത് ശബ്ദം ഒരു സർവനാമമാണ്. സർവനാമം എന്നതിന് പേര് വരാൻ എന്താണ് കാരണം? സർവത്തെയും ബോധിപ്പിക്കുന്ന, അതാണ് സർവനാമം. അതാണ് തത് ശബ്ദത്തിന് സർവനാമം എന്ന് പറയുന്നത്. സർവനാമം എന്ന് പറയുന്നതിന് സംസ്കൃത ഗ്രാമറിൽ കൊടുത്തിരിക്കുന്ന ഒരു പേരാണ്, ഒരു സംജ്ഞയാണ് സർവനാമം. സർവത്തെയും ബോധിപ്പിക്കുന്ന നാമം എന്ന് വെച്ചാൽ ഇത് എന്തിനെ, ഏത് വസ്തുവിനെ, ആരെയും ബോധിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. തത് ശബ്ദം രാമനെ കുറിച്ച് പറഞ്ഞു, പിന്നെ ആ രാമനെ ബോധിപ്പിക്കാൻ വേണ്ടി സ രാമഃ എന്ന് പറയുന്നു. അങ്ങനെ ഏത് വസ്തുവിനെയും, ഈ പ്രപഞ്ചത്തിലുള്ള ഏതൊന്നിനെയും ബോധിപ്പിക്കാൻ പറ്റിയൊരു ശബ്ദമാണ് തത് ശബ്ദം. അങ്ങനെ സർവത്തെയും ബോധിപ്പിക്കുന്നതുകൊണ്ട് അതിന് സർവനാമം. തത് ശബ്ദം കൊണ്ട് ബോധിപ്പിക്കാൻ കഴിയാത്തതായി ഒന്നുമില്ല. ഈശ്വരനെ കൂടി അതിന് അതുകൊണ്ട് ബോധിപ്പിക്കുന്നത്. തത്വമസി, തത്വം ജീവൻ, അങ്ങനെ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. അപ്പോൾ തത്വം എന്ന് പറയുന്നത് ഏതിനെയും ബോധിപ്പിക്കാൻ പറ്റിയ ഒരു ശബ്ദമാണ്. അതുകൊണ്ടാണ് അതിന് സർവനാമം എന്ന് പറഞ്ഞത്. അപ്പൊ ഈ സർവനാമം എന്ന് പറയുന്നത്, ഈ സർവം എന്താണ്? സർവം ച ബ്രഹ്മ. സർവം എന്ന് പറയുന്ന വാസ്തവത്തിൽ ബ്രഹ്മമാണ്. കാരണം ഈ ബ്രഹ്മത്തിന് മാത്രമേ സർവത്തെയും ഉൾക്കൊള്ളാൻ പറ്റൂ. സർവത്തെയും ഉൾക്കൊണ്ടുകൊണ്ട് നിൽക്കുന്ന എന്താണ്? ബ്രഹ്മമാണ്. അതുകൊണ്ട് അതും സർവമായി. അല്ലെങ്കിൽ ആ ബ്രഹ്മമാണ് സർവാത്മകമായി നിൽക്കുന്നതെന്നർത്ഥം. സർവചരാചര രൂപത്തിൽ സർവാത്മക ഭാവത്തിൽ നിൽക്കുന്നത് ബ്രഹ്മമാണ്. അതുകൊണ്ട് ബ്രഹ്മം എന്താണ്? അത് സർവമാണ്. അപ്പൊ സർവശബ്ദത്തിന് ബ്രഹ്മം എന്നർത്ഥമായി. തസ്യ നാമ, ആ സർവത്തിന്റെ നാമം, ബ്രഹ്മത്തിന്റെ നാമം, അതാണ് തത് ശബ്ദം. അതാണ് തത്വമസി എന്നുള്ളിടത്ത് എന്താണ് തത് എന്നുള്ള ശബ്ദം ഉപയോഗിച്ചത്. സർവാത്മകമായി നിൽക്കുന്ന പരമാത്മാവിനെ ബോധിപ്പിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ സൂചിപ്പിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ലക്ഷിപ്പിക്കുന്നതിന് വേണ്ടി, ലക്ഷീകരിക്കുന്നതിന് വേണ്ടി, അങ്ങനെ അദ്വൈതികൾ പറയും തത് ശബ്ദം ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തസ്യ നാമ ബ്രഹ്മണഃ, ആ ബ്രഹ്മത്തിന്റെ നാമമാണ് തത്, തത്വം എന്ന് പറയുന്നത്. അപ്പൊ തത് ശബ്ദത്തിന്, തത്വം എന്ന് പറയുന്ന തത് ശബ്ദത്തിന്റെ അർത്ഥം പറഞ്ഞു. എന്താണ്? ബ്രഹ്മം. തദ്ഭാവ, തദ്ഭാവം, തത് ശബ്ദത്തിൽ നിന്ന് ഭാവാർത്ഥത്തിൽ അതിന്റെ അവസ്ഥ. ഇവിടെ ബ്രഹ്മത്തെക്കുറിച്ച് പറയുമ്പോൾ സാധാരണ ഭാവം, ഭാവാർത്ഥത്തിൽ പ്രത്യയങ്ങൾ വരുന്നു എന്ന് പറയുന്നു. ഭാവം എന്ന് വെച്ചാൽ ഒരു വസ്തുവിന്റെ ധർമ്മം, ഒരു വസ്തുവിന്റെ ഗുണം, ഒരു വസ്തുവിന്റെ അസാധാരണത്വം, ഇതിനൊക്കെയാണ് ഭാവം എന്ന് പറയുന്നത്. ബ്രാഹ്മണസ്യ ഭാവ, ബ്രാഹ്മണത്വം എന്ന് പറയും. ബ്രാഹ്മണത്വം അതെന്താണ്? ആ ബ്രാഹ്മണന്റെ ഭാവമാണെന്ന് വെച്ചാൽ ബ്രാഹ്മണന്റെ ധർമ്മമാണ്, ശമതമാദി ഗുണങ്ങൾ, അതാണ് ബ്രാഹ്മണത്വം എന്ന് പറയും. മനുഷ്യന്റെ ഭാവം, മനുഷ്യത്വം, അതെന്താണ് എന്ന് പറയുമ്പോൾ അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? മനുഷ്യനിലിരിക്കുന്ന അസാധാരണത, മറ്റു പ്രാണികളിൽ നിന്നും മനുഷ്യനെ വേർതിരിക്കുന്ന അസാധാരണ ഭാവങ്ങൾ, ഗുണവിശേഷങ്ങളും രൂപവും ആകൃതിയും എല്ലാം. അപ്പോൾ ഒരു വസ്തുവിലിരിക്കുന്ന ധർമ്മത്തെ ആണ് സാധാരണ ഭാവം എന്ന് പറയുന്നത്. ഇവിടെ തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മം, ആ ബ്രഹ്മത്തിന്റെ ഭാവം. ബ്രഹ്മം എന്താണ്? നിർധർമ്മകമാണ്. അതുകൊണ്ടെന്താണ് അവിടെ ഭാവമില്ല ബ്രഹ്മത്തിന്, പ്രത്യേകിച്ച് ഭാവമൊന്നുമില്ല. അപ്പൊ പിന്നെ ഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ സ്വരൂപം, തദ്ഭാവം, ആ ബ്രഹ്മസ്വരൂപം.
ഇവന് സ്വരൂപമേ ഉള്ളൂ. സ്വരൂപ ഭിന്നമായിട്ട് അതിൽ ഗുണങ്ങളോ മാനങ്ങളോ ധർമ്മങ്ങളോ അസാധാരണമായി യാതൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തദ്ഭാവ തത്വം എന്നാണ്. എന്താണ് ബ്രഹ്മണോ യാഥാത്മ്യം? ബ്രഹ്മത്തിന്റെ യാഥാത്മ്യം എന്നുവെച്ചാൽ ബ്രഹ്മത്തിന്റെ സ്വരൂപസ്ഥിതി. അതാണ് ബ്രഹ്മത്തിന്റെ യാഥാത്മ്യം. യാഥാത്മ്യം എന്ന് വെച്ചാൽ യാഥാർത്ഥ്യം എന്ന് പറയുന്നതാണ്. ബ്രഹ്മത്തിന്റെ ആ സ്വരൂപസ്ഥിതി എന്താണോ അത് നിത്യശുദ്ധ മുക്ത സ്വരൂപമാണ് എന്ന് പറയുമ്പോൾ അതിലെല്ലാം ഉൾപ്പെട്ടു കഴിഞ്ഞു. അതാണ് ബ്രഹ്മത്തിന് മാത്രം അവകാശപ്പെടാമെന്നുള്ള സവിശേഷത. അങ്ങനെയുള്ള ആ ബ്രഹ്മസ്വരൂപത്തെ തദ്ദൃഷ്ടും ശീലം യേശാം, അതിന് തത്വദർശിയെ വ്യാഖ്യാനിക്കണം. അപ്പൊ തത്വം എന്ന് പറഞ്ഞാൽ ബ്രഹ്മസ്വരൂപം എന്ന് കിട്ടി. അപ്പൊ തത്വദർശി എന്ന് പറഞ്ഞാലോ പറയുന്നു തത്, ആ ബ്രഹ്മസ്വരൂപത്തെ ദ്രഷ്ടും സാക്ഷാത്കരിക്കുന്നത്, ശീലമായിരിക്കുന്നത്, സഹജമായിരിക്കുന്നത് യേശാം ആർക്കാണോ തേ തത്വദർശിനഃ, ആത്മസാക്ഷാത്കാരം സഹജമായിരിക്കുന്നവരെന്നർത്ഥം. അതാണ് തത് ദൃഷ്ടം ശീലം യേശാം. ആത്മസാക്ഷാത്കാരം സഹജമായിരിക്കുക. സഹജമായിരിക്കുക എന്ന് വെച്ചാൽ ആത്മാവിനെ കുറിച്ച് കേട്ടുള്ള അറിവ് പോരാ, ആത്മാവിനെ കുറിച്ച് ധ്യാനിച്ചാൽ പോരാ, ആത്മാവിനെ ഏതെങ്കിലും ഒരു സമാധി അവസ്ഥയിൽ ആത്മാവിനെ അറിഞ്ഞിട്ട് മടങ്ങി വന്നാൽ പോരാ, മറിച്ചോ അത് ശീലം സഹജമായി തന്നെ ഇരിക്കണം. സദാ ആത്മനിഷ്ഠയിലിരിക്കുന്നവർ അവരാണ് തത്വദർശികൾ. തൈഹി അവരാൽ തത്വദർശിഭി, തത്വദർശികൾ എന്ത് ചെയ്തിരിക്കുന്നു? ആത്മയാഥാത്മ്യത്തെ അറിഞ്ഞിരിക്കുന്നു. അവരാണ് തത്വദർശികൾ. അവർ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താണ് സത്യം, എന്താണ് അസത്യം എന്നവർ വിശദീകരിച്ചിട്ടുണ്ട്. ദുഷ്ടഃ അന്തഃ തത്വദർശിഭി എന്ന് വ്യാഖ്യാനിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ത്വമപി തത്വദർശിനാം ദൃഷ്ടിം ആശ്രിത്യ ശോകം മോഹം ചഹിത്വ ശീതോഷ്ണാദീനി അനിയത രൂപാണി ദ്വന്ദ്വാനി വികാരോ അയം അസന്നേവ മരീചി ജലവത് മിഥ്യ അവഭാസതൈതി മനസ്സി നിശ്ചിത്യ തിദിക്ഷസ്വ. ആ തിദിക്ഷയെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത രീതിയിൽ ഇവിടെ അവതരിപ്പിക്കുകയാണ്. മനസ്സിൽ നിശ്ചിത്യ തിദിക്ഷസ്വ. ഒരു കാര്യം നീ മനസ്സിൽ നിശ്ചയിച്ചുറപ്പിക്കണം. അങ്ങനെ നിശ്ചയിച്ചുറപ്പിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ദ്വന്ദ്വങ്ങളെ അതിജീവിക്കുന്നതിനുള്ള ശേഷി നിനക്കുണ്ടാകും. ആ അതിജീവനമാണ് തിദിക്ഷ. എങ്ങനെ? ത്വമപി, ഇവിടെ അർജുനനോട് ഭഗവാൻ പറയുന്നു, നീയും തത്വദർശിനാം ദൃഷ്ടിം ആശ്രിത്യ പറയും. തത്വദർശികളുടെ ദൃഷ്ടിയെ ആശ്രയിച്ചിട്ട്, അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തത്വദർശികളുടെ ദൃഷ്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? അതവരുടെ സഹജ അനുഭവം, സഹജഭാവം. അതാണ് തത്വദർശികളുടെ ദൃഷ്ടി എന്ന് പറയുന്നത്. ദൃഷ്ടി എന്ന് പറയുന്നതിന് കണ്ണെന്നുള്ള അർത്ഥമുണ്ട്. അത്തരം ഒരർത്ഥത്തെ ഇവിടെ എടുക്കരുത്. അപ്പൊ തത്വദർശികളുടെ ആ സഹജഭാവത്തെ അതിനെ ആശ്രിത്യ, അതിനെ ആശ്രയിച്ചിട്ട്. ഇപ്പോ ഒരു സാധകൻ അയാൾക്കെങ്ങനെ ഈ തത്വജ്ഞാനിയുടെ സഹജഭാവത്തെ ആശ്രയിക്കാൻ കഴിയും? അപ്പോ തത്വജ്ഞാനിയുടെ സഹജഭാവത്തെ എവിടെയെല്ലാം വിശദീകരിക്കുന്നുണ്ടോ, എവിടെയെല്ലാം അതിനെക്കുറിച്ച് പറയുന്നുണ്ടോ, അതെല്ലാം സാധകന് അതിനെ ആശ്രയിക്കാൻ വേണ്ടിയിട്ടാണ്, അതിനെ പിന്തുടരാൻ വേണ്ടിയിട്ടാണ് എന്നറിയാം. ആണ് വേറെ തരത്തിൽ പറയും, വിദ്യതാചരതി ശ്രേഷ്ഠ തത്തദേവ ഇതരോ ജനം. ശ്രേഷ്ഠന്മാരെന്താചരിക്കുന്നോ അതിനെ തന്നെ മറ്റുള്ളവരും ആചരിക്കണം എന്ന് പറയും. ഇതിന്റെയും താല്പര്യം ഒന്നാണ്. അപ്പൊ ശ്രേഷ്ഠന്മാര് എന്താണോ ആചരിക്കുന്നത് അതുപോലെ മറ്റുള്ളവരും ആചരിക്കണമെന്ന് പറയുമ്പോൾ ഒരിക്കലും അവിടെ ബാഹ്യാചരണങ്ങളെ അല്ല ഉദ്ദേശിക്കുന്നു. ബാഹ്യാചരണത്തെ നമ്മൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ശ്രേഷ്ഠൻ എന്ന് നമ്മൾ കരുതുന്നയാൾ എന്ത് ചെയ്യുന്നോ അതുപോലെ എല്ലാം നമ്മളും ചെയ്യേണ്ടി വരും. അവരിയ്ക്കുന്നത് പോലെ ഇരിക്കേണ്ടി വരും, അവർ നടക്കുന്നത് പോലെ നടക്കേണ്ടി വരും, അവരിടുന്നത് പോലെയുള്ള ഡ്രസ്സ് നമുക്ക് ഇടേണ്ടി വരും, അവർ ചുമക്കുന്നത് പോലെ ചുമയ്ക്കും, അവർ തുപ്പുന്നത് പോലെ തുപ്പും, ഇതെല്ലാം അതുപോലെ ചെയ്യും. എന്നുവെച്ചാൽ ബാഹ്യമായി അതുപോലെ അനുകരിക്കുകയല്ല ഇവിടെ പറയുന്നു.
തത്വദർശിനാം ദൃഷ്ടിം ആശ്രിത്യ എന്നാണ്. തത്വദർശിയുടെ ആ സഹജഭാവത്തെ നമ്മൾ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കുന്നു, ഭാവനയിലൂടെ മനസ്സിലാക്കും. അതേ പറ്റും. അവരുടെ ആന്തരികമായ ഭാവത്തെ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ആരുടെയും ആന്തരികമായ ഭാവത്തെ മറ്റൊരാൾക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഇനി ഏതെങ്കിലും തരത്തിൽ അത് ഒരാൾ ഉൾക്കൊണ്ടു കഴിഞ്ഞാലും അത് അയാളുടേതായി പോകും, മറ്റൊരാളുടേതല്ല. അങ്ങനെ ആയിത്തീരും. ഇപ്പോൾ ഒരാൾ സന്തോഷിക്കുന്നു, അത് കണ്ടിട്ട് നമ്മൾ സന്തോഷിച്ചു കഴിഞ്ഞാൽ എന്താണ് അവിടെ നിന്ന് ആ സന്തോഷം നമ്മളിലേക്ക് പകരുന്നു എന്ന് നമ്മൾ പറയുന്നു, സാധാരണ ഭാഷയിൽ പറയാം. പക്ഷെ വാസ്തവത്തിൽ അങ്ങനെയല്ല. എന്താണ് അയാളുടെ സന്തോഷം അയാൾക്ക്, നമ്മുടെ സന്തോഷം നമുക്ക്. നമ്മളിൽ അവിടെ പുതുതായി സന്തോഷം ഉണ്ടാവുകയാണ്, അതിന് മറ്റൊരു വ്യക്തിയുടെ സന്തോഷം നിമിത്തമായി. ഇതുപോലെ ദുഃഖവും നിമിത്തമാകുന്നു. അപ്പൊ ഇവിടെ എന്താണ്, ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് വാസ്തവത്തിൽ പകരുന്നില്ല. പക്ഷേ ഒരു സന്തോഷത്തിന് വേറൊരാളിൽ സന്തോഷത്തെ ഉണ്ടാക്കാൻ കഴിയും, അതിനുള്ള കഴിവുണ്ട്. എങ്ങനെ? അതൊരു നിമിത്തമായി നിന്നുകൊണ്ട് ഉണ്ടാക്കാൻ കഴിയുന്നു. അവരവരുടെ സന്തോഷം അവരവരുടെ സ്വന്തം. ഒരു ജ്ഞാനിയുടെ ജ്ഞാനം വേറൊരു ജ്ഞാനിയിലേക്ക് പകർന്നു പോകുന്നു, അത് പറ്റുന്നില്ല. നമ്മൾ പറയും, ഒരു ജ്ഞാനിയെ കണ്ടപ്പോൾ വേറൊരു ജ്ഞാനി തിരിച്ചറിഞ്ഞു. ഒരു ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ രണ്ട് ജ്ഞാനിയില്ല, ഒരു ജ്ഞാനിയേ ഉള്ളൂ. രണ്ട് ജ്ഞാനിമാരുണ്ടായാലേ പിന്നെ തിരിച്ചറിയൽ സംഭവിക്കത്തുള്ളൂ. രണ്ട് ജ്ഞാനി അവിടെ ഇല്ല. പക്ഷെ നമ്മൾക്ക് അങ്ങനെയൊക്കെ പറയാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഒക്കെ ഉണ്ട്. നമ്മുടെ നിലയിൽ നിന്നുകൊണ്ട് നമ്മളങ്ങനെ പറയുന്നു. ഇവിടെ എന്താണ് അർജുനനോട് പറയുന്നത്? ആ തത്വജ്ഞാനിയുടെ നിലയെ മനസ്സിലാക്കിയിട്ട് അതിനെ ആശ്രയിക്കുക. ശ്രേഷ്ഠന്റെ ആചരണത്തെ, ആന്തരികമായ ആ ഭാവത്തെ ഗ്രഹിച്ചിട്ട് അതിനെ ആശ്രയിക്കാൻ പറയുന്നു. എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ പരിശീലിക്കുക, അതിനെ അഭ്യസിക്കുക എന്നുള്ളതാണ്. അർജുനനോടും പറയുന്നു ആ ഭാവത്തെ. ഇനി വീണ്ടും പറയും, ഭാഷ്യകാരൻ തന്നെ ഈ കാര്യം പറയും, പല ഭാഗങ്ങളിൽ പറയും. തത്വജ്ഞാനിയുടെ നിലയെ നമുക്ക് നമ്മുടെ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാവുന്നിടത്തോളം ഗ്രഹിച്ചതിന് ശേഷം അതിനെ സ്വയം ഭാവന ചെയ്യുക, അല്ലെങ്കിൽ അതിനെ ഗ്രഹിച്ചിട്ട് അതിനെ അഭ്യസിക്കുക. എങ്ങനെ? മാനസികമായി. അങ്ങനെ അഭ്യസിക്കുമ്പോൾ എന്ത് വരുന്നു? തത്വജ്ഞാനിയുടെ നിലയെ സ്വയം സ്വീകരിക്കാൻ ശ്രമിക്കുന്നു. തത്വജ്ഞാനി ദ്വന്ദ്വാതീതനാണ്. അപ്പോൾ അവിടെ സാധകനും എന്ത് ചെയ്യുന്നു? ദ്വന്ദ്വാതീതനാകാൻ ശ്രമിക്കുന്നു. തത്വജ്ഞാനി അസംഗനാണ്. സാധകനും എന്ത് ചെയ്യുന്നു? ആ അസംഗതയെ പരിശീലിക്കാൻ ശ്രമിക്കുന്നു. തത്വജ്ഞാനി അറിയുന്ന എന്താണ്? താൻ ശരീരം, മനസ്സ്, ബുദ്ധി ഇതിൽ നിന്ന് ഭിന്നനാണ്. ഘടദൃഷ്ടോ ഘടാത് ഭിന്ന. ആചാര്യസ്വാമികൾ എന്ന് പറയും, കുടത്തെ കാണുന്നവൻ അതിൽ നിന്ന് വേറെയാണ്. അതുപോലെ തത്വജ്ഞാനി എന്ത് ചെയ്യുന്നു? ശരീരേന്ദ്രിയ മനസ്സുകളിൽ നിന്നും എല്ലാം ഭിന്നനായിരിക്കുന്ന തന്നെ കാണുന്നു. അല്ലെങ്കിൽ മറിച്ചങ്ങനെ സർവത്തെയും താനായി കാണുന്നു. രണ്ടു തരത്തിലുമാകാം. സർവാത്മഭാവത്തിൽ കാണുന്നു. ഇവിടെ സാധകൻ എന്ത് ചെയ്യുന്നു? ആ സർവാത്മഭാവത്തെ മനസ്സുകൊണ്ട് ഭാവന ചെയ്യുന്നു. അല്ലെങ്കിൽ ആ പറയുന്ന അസംഗതയെ ചിന്തിക്കുന്നു. ചിന്തിച്ചിട്ട് അത് തന്റെ സ്വരൂപമാണെന്ന് ഉറപ്പിക്കാൻ ശ്രമിക്കുന്നു. ഈ തരത്തിൽ മാനസികമായ അഭ്യാസങ്ങൾ, അങ്ങനെ അഭ്യാസങ്ങൾ ചെയ്ത് ഈ തത്വത്തെ ദൃഢപ്പെടുത്തി ശോകം മോഹം ച ഹിത്വ, ശോകമോഹങ്ങളെ ഒഴിവാക്കി. ഇവിടെ ഈ കണ്ടതായ അർജുനൻ കണ്ടതായ അനുശോചനത്തെ അതിനെ ഒഴിവാക്കി ശീതോഷ്ണാദികളെ അനിയത രൂപമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, അതിന് നിശ്ചിതമായ ഒരു രൂപമില്ല, മാറിക്കൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ ശീതം സുഖത്തെ തരുന്നു, ചിലപ്പോൾ ദുഃഖത്തെ തരുന്നു. അങ്ങനെ ഈ ദ്വന്ദ്വങ്ങളെല്ലാം, ശീതോഷ്ണാദി എന്ന് പറയുന്നത് എല്ലാത്തിനെയും എടുക്കാൻ വേണ്ടി, അതാണ് ദ്വന്ദ്വാനി എന്ന് പറഞ്ഞത്. ജയപരാജയങ്ങളും ലാഭനഷ്ടങ്ങളും എന്തെല്ലാം വിപരീത അനുഭവങ്ങളുണ്ടോ മനസ്സിനെ സദാസമയവും സഞ്ചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, മനസ്സിനെ വിപരീതമായ കോണുകളിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന എന്തെല്ലാം അനുഭവങ്ങളുണ്ടോ അതിനെല്ലാം വികാരോ അയം അസന്നേവ, ഇതെല്ലാം
ഈശോ ദുഃഖാനുഭവങ്ങളും ദ്വന്ദ്ങ്ങളും അതിന് കാരണമായിരിക്കുന്ന ആന്തരികവും ബാഹ്യവുമായ നിമിത്തങ്ങളും ഇതെല്ലാം വികാരങ്ങളാണ്, കാര്യങ്ങളാണ്, മായാകാര്യങ്ങളാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് അസത്തേവ, കൽപ്പിതമാണ്, മനസ്സിന്റെ കൽപ്പനകളാണ്. ഇങ്ങനെ ചിന്തിച്ചിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഭാവന ചെയ്തിട്ട് രണ്ടു തരത്തിലുമാകാം. ഒന്നുകിൽ അതിനെ മനനം ചെയ്യാം, അല്ലെങ്കിൽ ഭാവന ചെയ്യാം. രണ്ടു തരത്തിലും ചെയ്തുകൊണ്ട് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. ഭാവന എന്ന് പറയുമ്പോൾ ഒരു കാര്യത്തെ തന്നെ തുടർച്ചയായി മനസ്സിൽ ആവർത്തിക്കുന്നു, അത് ഭാവനയായി. മനനം എന്ന് പറയുന്നതോ ഒരു വിഷയത്തെ തന്നെ പല രീതിയിൽ ചിന്തിക്കുന്നു. രണ്ട് രീതിയിലായാലും ശരി, മനനത്തിലൂടെയോ ഭാവനയിലൂടെയോ. അസന്നേവ, ഇതെല്ലാം കൽപ്പിതമാണ്. എങ്ങനെ? മരീചി ജലവർ, മരുമരീചികയുടെ ജലത്തെ പോലെ മിഥ്യ അവഭാസതേ, കൽപ്പിതമായത് പ്രതീതമാകുന്നു എന്നാണ്. മിഥ്യ, കൽപ്പിതം, അവഭാസതേ, അനുഭവപ്പെടുന്നു. കൽപ്പിതമായത് അനുഭവപ്പെടുന്നു. അതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തതാണ്. മനസ്സ് കൽപ്പിക്കുന്നതാണ്, ബാഹ്യമായി നിലനിൽക്കുന്നതല്ല. മനസ്സിനുള്ളിൽ, അറിവിനുള്ളിൽ സ്ഫുരിക്കുന്നതാണ് ഇവ. അറിവിന്റെ സൃഷ്ടിയാണ് ഇത്. പറഞ്ഞല്ലോ, സൻഘടഹ, അവിടെ ഈ ഘടം എന്ന് പറയുന്നത് സത്തിനോട് ചേർന്ന് നിലനിൽക്കുന്നു. അതുകൊണ്ടത് കൽപ്പിതം. ആരാ ഇതിനെ കൽപ്പിച്ചത്? എവിടെ ഇത് കൽപ്പിച്ചു? എവിടുന്നാ ഇത് വന്നത്? സത്ത് തന്നെ സ്വയം തന്നിൽ കൽപ്പിച്ചിരിക്കുകയാണ്. അതാണ് കൽപ്പിതം. അസത്യം പ്രതീതമാകുന്നു. അസത്യത്തെ ആര് പ്രതീതമാക്കി? സത്യം തന്നെ പ്രതീതമാക്കിയത്. സത്ത് തന്നെയാണ് അവിടെ അങ്ങനെ ഒരു വസ്തുവിനെ കൊണ്ടുവന്നത്. സത്തിന്റെ തന്നെ ഒരു ആവിഷ്കാരമാണത്. അതിന്റെ സത്തിന്റെ തന്നെ ഒരു പ്രകടനമാണത്. സത്ത് പുറത്തു കൊണ്ടുവന്ന ഒരു സാധനമാണത്. അങ്ങനെ ഈ സർവ്വ വിഷയങ്ങളെയും ധരിച്ച് ഇത് മനസ്സിൽ നിശ്ചിത്യ എന്നിങ്ങനെ മനസ്സിൽ ഉറപ്പിച്ച് ദൃഢമാക്കി. അതെങ്ങനെ ഉറയ്ക്കും? ഭാവന കൊണ്ടും മനനം കൊണ്ടും. അതായത് ഭാവനയ്ക്കും മനനത്തിനും മനസ്സിന് കൂടുതൽ ശേഷി ആവശ്യമാണ്. ഭാവനയ്ക്ക് അത്രയും ആവശ്യമില്ല. ഒരേ ഒരു കാര്യത്തെ മനസ്സിൽ ആവർത്തിക്കുക. അതിന് ഊഹാപോഹ വിചക്ഷണത്വമൊന്നും ആവശ്യമില്ല. ഒരാളടുത്ത്, ഒരു ശിഷ്യന്റെ അടുത്ത് ഗുരു പറഞ്ഞു, പരബ്രഹ്മം എന്ന് പറയുന്നത് മാടപ്പോത്താണെന്ന് പറഞ്ഞു. പോത്താണെന്ന് പറഞ്ഞു. അയാൾ എന്താണ് ചെയ്തത് അവിടെ? അയാൾ കൂടുതൽ ചിന്തിക്കാനൊന്നും പോയില്ല. ആ പരബ്രഹ്മത്തെ ആ പോത്തായിട്ട് ഭാവന ചെയ്തു. ഇതാണ് ഭാവന എന്ന് പറയുന്നത്. അയാൾ അതങ്ങനെ ഇങ്ങ് ധരിച്ചു. നിഷ്കളങ്കമായ മനസ്സ് അങ്ങനെ അങ്ങ് ധരിച്ചു. ശ്രദ്ധയോടുകൂടി അത് ഭാവന ചെയ്തു. അവിടെ ചിന്തിക്കാനൊന്നും പോയില്ല. ചിന്തിക്കുന്നവനത് സ്വീകരിക്കാൻ പറ്റത്തില്ല. അവൻ പറയും, പോത്തെന്ന് പറഞ്ഞാൽ അതിന് കൊമ്പും പാലും കാലും എല്ലാം ഉണ്ട്, അതൊരിക്കലും പരബ്രഹ്മമാണ്. അത്രയെങ്കിലും എനിക്കറിയാവുന്നവൻ കരുത്. അവനെന്ത് ചെയ്യും? ഗുരുവിനോട് എതിർവാദത്തിന് വരുമ്പോഴും ഗുരു തെറ്റിദ്ധരിച്ചാണ് ബ്രഹ്മം എന്ന് പറയുന്നത് നിത്യശുദ്ധമുക്ത സ്വരൂപമാണ്, അതൊരിക്കലും ഒരു പോത്താകാൻ വഴിയില്ല എന്ന് ഗുരുവിനെ ഉപദേശിക്കും, മനനം ചെയ്യും. ഭാവന ചെയ്യുന്നവൻ അങ്ങനെയില്ല. ഗുരു പറയുകയാണ് അത് പോത്തെന്ന് പറഞ്ഞാൽ അവനെ സംബന്ധിച്ചത് പോത്ത്, ഒരു സംശയമില്ല. അവിടെ അവൻ ഭാവനയായി ചെയ്യും. ദൃഢമായ ശ്രദ്ധയോടുകൂടി ഭാവന ചെയ്യുന്നു. അങ്ങനെ ഭാവന ചെയ്യുന്നവന് എന്ത് ചെയ്യുന്നു? അങ്ങനെയാണല്ലോ ഐതിഹ്യം പറയുന്നത്. അവനത് ആ തരത്തിൽ തന്നെ അവന് സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞു. മനനം ചെയ്യുന്നവൻ അങ്ങനെയല്ല. അതിനെക്കുറിച്ച് അവൻ കൂടുതൽ ചിന്തിക്കും. ഒരുപടി കൂടി അവൻ വേറെ തലത്തിലാണ് നിൽക്കുന്നത്. ആരാണ് മുന്നിൽ, ആരാണ് പിന്നിലെന്ന് അതിനുള്ള എല്ലാ വിഷയവും അത് വേറെ തലത്തിൽ, ഇത് മറ്റൊരു തലത്തിൽ സംഭവിക്കുന്നു. എന്തായാലും ശരി, മനസ്സിൽ നിശ്ചിത്യ. രണ്ടു കൂട്ടരെ സംബന്ധിച്ചും എന്താണ്? മനസ്സിൽ ആ ദൃഢത വരണം, അതിനെ ഉറപ്പിക്കണം.
അങ്ങനെ ഉറപ്പിച്ചിട്ട് അതാണ് തിദിക്ഷസ്വ, ഇതിനെ സഹിക്കുക എന്നർത്ഥം. അപ്പോൾ ആത്മബോധത്തെ, തത്വജ്ഞാനിയുടെ ആത്മബോധത്തെ ഭാവന ചെയ്ത് മനസ്സിൽ ദൃഢമാക്കി ആ മനസ്സിന് അങ്ങനെ കൈവരിക്കുന്ന ദൃഢത കൊണ്ടും ഇതിനെ സഹിക്കാം. നേരത്തെ പറഞ്ഞത് കൂടാതെ സഹിക്കുന്നതിനുള്ള ഒരു മുഖ്യമായ ഉപായം ഇതാണ്. ഇതിന്റെ നിസ്സാരതയെ ധരിക്കുക. അത് നമുക്ക് സാധാരണഗതി പറയാമല്ലോ. ഒരു കാര്യത്തിന്റെ, നമ്മൾ ഗൗരവമെന്ന് കരുതുന്ന ഒരു കാര്യത്തിന്റെ നിസ്സാരതയെ നമുക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ആ കാര്യത്തെ നമുക്ക് വളരെ ലാഘവത്തോടുകൂടി കൈകാര്യം ചെയ്യാൻ പറ്റും. ശാസ്ത്ര ചിന്തനത്തിനും അത് തന്നെയാണ്. ശാസ്ത്രം പലർക്കും വഴങ്ങാത്ത എന്തുകൊണ്ട്? ശാസ്ത്രത്തിന് വളരെ ഗൗരവമായി, എന്തോ വളരെ അസാധ്യമായ ഒന്നായി ഒരാൾ കരുതുന്നു. അങ്ങോട്ട് പ്രവേശിക്കാൻ കഴിയാത്ത ഒന്നാണ് എന്ന് കരുതുന്നു. ശാസ്ത്രം വഴങ്ങത്തില്ല. ശാസ്ത്രത്തെ അങ്ങനെ ഭയത്തോടെ കാണാതെ ശാസ്ത്രത്തെ അത് വാസ്തവത്തിൽ എങ്ങനെയാണോ ആ രീതി അതിനെ കണ്ടുകഴിഞ്ഞാൽ, വില കുറച്ച് കാണുക എന്നുള്ളതല്ല, ഈ പറയുന്ന ഭയപ്പാടോടുകൂടി അതിനെ കാണാതെ കണ്ടുകഴിഞ്ഞാൽ അത് ആർക്കും വഴങ്ങുന്ന ഒന്നാണ്, ആർക്കും അത് ഗ്രഹിക്കാവുന്ന ഒന്നാണ്. ഇത് സർവ്വ വിഷയങ്ങളെ സംബന്ധിച്ചും അങ്ങനെയാണ്. ഒരു വിഷയത്തെ നമ്മൾ ഭയപ്പാടോടുകൂടി കണ്ടുകഴിഞ്ഞാൽ ആ വിഷയം നമ്മളിൽ നിന്ന് അകന്നു പോകും. മറിച്ച് അതിനെ അസാധ്യമല്ല, തനിക്ക് സാധ്യമാണെന്ന് കണ്ടുകഴിഞ്ഞാൽ. അതുപോലെ ഇവിടെ പറയുകയാണ്, ഈ സർവ ദ്വന്ദ്ങ്ങളെയും തുച്ഛമായി കണ്ട്, കൽപ്പിതമായി കണ്ട്, ഈ ദ്വന്ദ്ങ്ങളിൽ നിന്നുള്ള ബാഹ്യമായുള്ള ദ്വന്ദ്ങ്ങളിൽ നിന്നുള്ള വിപരീത അനുഭവങ്ങളെയും ആന്തരികമായി അനുഭവപ്പെടുന്ന ദ്വന്ദ്ങ്ങളെയും ഒരാൾ അതിജീവിക്കണം. അതാണ് തിദിക്ഷസ്വ എന്ന് പറയുന്നത്. ഇതാണ് ഭഗവാന്റെ താല്പര്യം എന്ന് പറയുന്നത്. ഇനി ആ ശ്ലോകത്തിലേക്ക് നോക്കാം. ഇവിടെ ഭാഷ്യം തുറന്നിരിക്കുകയാണ്. ന അസതോ വിദ്യതേ ഭാവോ ഭാവ അസതഃ ഭാവഃ ന വിദ്യതേ എന്നാണ്. അസതഃ അസത്തായ എന്നുവെച്ചാൽ കൽപ്പിതമായ ഒന്നിന്റെ ഭാവം, ഉണ്മ, അസത്തായ ഒന്നിന്, കൽപ്പിതമായ ഒന്നിന് ഉണ്മ ന വിദ്യതേ ഇല്ല എന്നാണ്. അസത്തായ കൽപ്പിതമായ ഒന്നിന് ഭാവഃ ഉണ്മ എന്നുവെച്ചാൽ പാരമാർത്ഥികത്വം ന വിദ്യതേ ഇല്ല. അതുപോലെ സതഃ പരമാർത്ഥ വസ്തുവിന് അഭാവഃ എന്നുവെച്ചാൽ കൽപ്പിതമായ നിലനിൽപ്പ്, കൽപ്പിതമായ ഉണ്മ ന വിദ്യതേ ഇല്ല. ഇത് ഈ അർത്ഥം പറയുന്നത് നമ്മൾ ഇതുവരെ ഭാഷ്യം ചർച്ച ചെയ്ത് ആ ഭാഷ്യത്തിനനുസരിച്ചാണ്. സാധാരണഗതിയിൽ അർത്ഥം പറയുമ്പോൾ ഭാവം, ഉണ്മയ്ക്ക് അസത്, ഇല്ലായ്മ സംഭവിക്കുന്നില്ല, അങ്ങനെയൊക്കെയാണ് സാധാരണ അർത്ഥം പറയുന്നത്. പക്ഷെ ഭാഷ്യകാരൻ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത ഭാഷ്യ ആശയം അനുസരിച്ച് പറയുമ്പോൾ അങ്ങനെ പറയും. അസത്ത് എന്ന് പറഞ്ഞാൽ കൽപ്പിതം, സത്ത് എന്ന് പറഞ്ഞാൽ ഉണ്മ. അപ്പോൾ സത്തായ ഒന്നിന് അഭാവം, കൽപ്പിതമായ അവസ്ഥ ന വിദ്യതയില്ല. അനയോഹോ ഉഭയോഹോ അപി അന്തഃ തു തത്വദർശിഭിഃ ദൃഷ്ടഃ. തത്വദർശിഭിഃ തത്വജ്ഞാനികളാൽ. ഇങ്ങനെ ഈ പറയുമ്പോൾ ഒരു വാക്ക് ശാലം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി എന്ന് വിചാരിച്ചാൽ അതിന്റെ അന്വയത്തിനൊന്നും കുഴപ്പമൊന്നും വരത്തില്ല. അതിൽ നിന്ന് ആശയം നമുക്ക് കിട്ടത്തക്ക രീതിയിൽ വാക്കുകളെ ചേർത്തെടുത്താൽ മതി. തത്വദർശിഭി ആദ്യം പറയണോ അതോ ഇടയ്ക്ക് പറയണോ, അതിലൊന്നും വാശി പിടിക്കേണ്ട കാര്യമില്ല. തത്വദർശിഭി തത്വജ്ഞാനികളാൽ, ആത്മദർശികളാൽ. അനയോഹോ ഉഭയോഹോ അഭി അന്തഃ, ഈ രണ്ടെണ്ണത്തിന്റെയും അന്തഃ നിർണയം, ദൃഷ്ടഃ ദർശിക്കപ്പെട്ടിരിക്കുന്നു, സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നു. അനയോഹോ ഉഭയോഹോ അഭി,
ഈ രണ്ടെണ്ണത്തിന്റെയും, ഏതിന്റെ സത്തിന്റെയും അസത്തിന്റെയും. അതിന്റെ നിർണയം തത്വദർശികളാൽ ചെയ്യപ്പെട്ടിരിക്കുന്നു. കർമ്മണി പ്രയോഗമാണ്, വളച്ചു തിരിച്ചു പറഞ്ഞിരിക്കുകയാണ്. എന്നുവെച്ചാൽ നേരെ പറഞ്ഞു കഴിഞ്ഞാൽ തത്വദർശികൾക്ക് അതറിയാം എന്നേ ഉള്ളൂ. അത് ഭാഷയുടെ പ്രയോഗമനുസരിച്ചത് തത്വദർശിഭിഹി ദൃഷ്ട, തത്വദർശികളാൽ ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ രണ്ടെണ്ണത്തിന്റെയും തത്വം തത്വദർശികൾക്കറിയാം. അതിന്റെ നിശ്ചയാത്മകമായ ജ്ഞാനം ഉള്ളവരാണ് തത്വദർശികൾ എന്നർത്ഥം. എന്ന് പറഞ്ഞിട്ട് അർജുനനോട് പറയുന്നു, സുഖദുഃഖാദികളെ സഹിക്കുന്നതിന് ഈ ആത്മജ്ഞാനം, ജ്ഞാനികളുടെ ഈ ആത്മജ്ഞാനം അതും നിന്നെ സഹായിക്കും. അത് കുറേശ്ശെ നീ ശീലിക്കുക. തത്വജ്ഞാനികളുടെ നീയും അത് മനസ്സിലാക്കിയിരിക്കുക എന്നർത്ഥം. വാസ്തവത്തിനിവിടെ അർജുനനെ കർമ്മയോഗത്തിനാണ് പ്രേരിപ്പിക്കുന്നത്. അത് നമ്മുടെ മനസ്സിൽ ഓർമ്മ വേണം ഇപ്പോൾ. അപ്പോൾ കർമ്മയോഗം ചെയ്യുന്ന ഒരുവനും ഇത്തരത്തിലുള്ള തത്വജ്ഞാനം, ആത്മാവിനെ കുറിച്ചുള്ള യഥാർത്ഥത്തിലുള്ള ഒരു ജ്ഞാനം ആകാം. അതുകൊണ്ട് തകരാറില്ല എന്നാണ്. അപ്പോൾ ചോദിക്കുമ്പോൾ ജ്ഞാനകർമ്മ സമുച്ചയം, അതായത് അത് വേറെ കാര്യം. അതെന്താണ്? കർത്തൃത്വ ബുദ്ധിയും ആത്മബോധവും ഒരിക്കൽ ഒരിടത്തിരിക്കത്തില്ല. അവിടെയാണ് ജ്ഞാനകർമ്മ സമുച്ചയത്തെ നിഷേധിക്കുന്നത്. സാമാന്യമായൊരു ജ്ഞാനം ആത്മാവിനെ കുറിച്ച് അത് ആർക്കുമാകാം. ഏത് പ്രവൃത്തി ചെയ്യുന്ന ഒരുവനും അത്തരം ഒരു ജ്ഞാനം ആകാം എന്നുള്ളത് മാത്രമല്ല, അത് അവശ്യം ഒരാൾക്ക് ഉണ്ടായിരിക്കേണ്ടതുമാണ്. എന്താണ് ഇതിന്റെ ആത്മാവിന്റെ യഥാർത്ഥമായ സ്വരൂപം എന്താണ്, ശരീര മനസ്സ് ബുദ്ധികളുടെ നില എന്താണ്, ഈ തരത്തിലൊരു ജ്ഞാനം ആവശ്യമാണ്. അക്കാര്യമാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നു. കർമ്മയോഗത്തിന്റെ പ്രകരണത്തിൽ നമ്മളത് കൂടുതൽ വിശദമായി ചർച്ച ചെയ്യും. ജ്ഞാനപരിശീലനവും കർമ്മയോഗ പരിശീലനവും തമ്മിൽ വരുന്ന വ്യത്യാസങ്ങൾ അവിടെ ചർച്ച ചെയ്യും. നാസതോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സതഃ ഉഭയോരപി ദൃഷ്ടോന്തഃ ത്വനയോസ്തത്വദർശിഭിഃ. പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ